സ്നേഹനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. തമ്മിൽ ശ്രീകണ്ഠൻ നായർ ഷോ മലയാളികൾ പെന്തക്കോസ്തുകാർ ഈ പ്രാവശ്യം കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പെന്തക്കോസ്ത് പാസ്റ്റർമാരും ശ്രീകണ്ഠൻ നായരും പിന്നെ കുറേ ആളുകളും ഒക്കെ ചേർന്ന് ഈ അത്ഭുത രോഗശാന്തിയെക്കുറിച്ച്, പ്രാർത്ഥനയിലൂടെയുള്ള രോഗസൗഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഈ സംഭവം നടന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു പാസ്റ്റർ എനിക്ക് ആ വീഡിയോയുടെ ലിങ്ക് കിട്ടുമെന്ന്, പാസ്റ്ററെ കണ്ടിട്ടൊന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പ്രതികരിക്കാൻ പോയിട്ട് ഒരു വീഡിയോ വന്നിരുന്ന് കാണാൻ പോലുമുള്ള സമയം കിട്ടുന്നില്ല, അതുപോലെ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 2 ദിവസമായിട്ട് ആ വീഡിയോ കാണാൻ പറ്റില്ല. ഇന്നാണ് അല്പം ഒരു സാവകാശം കിട്ടി ആ വീഡിയോ ഒന്ന് കണ്ടത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ പാസ്റ്റർമാരൊക്കെ വന്ന് ഒരു പബ്ലിക് മീഡിയയിൽ സംസാരിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു. ഈ പറഞ്ഞ പെന്തക്കോസ്ത് വിശ്വാസികളുടെ ഇടയിലുള്ള രോഗസൗഖ്യത്തെക്കുറിച്ച്, അതിനെ എങ്ങനെയാണ് പാസ്റ്റേഴ്സ് സാധൂകരിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ചിന്ത. എന്താണെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കിട്ടിയ അവസരം പാസ്റ്റർമാർ നന്നായിട്ട് ഉപയോഗിച്ചു സുവിശേഷം പറയാൻ. അതായത് ഈ പറഞ്ഞ ശ്രീകണ്ഠൻ നായർ ഷോ നല്ല ഒരു പബ്ലിസിറ്റിയുള്ള TRP ഉള്ള ഷോയൊക്കെ അല്ലേ, ആളുകൾ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്റ്റർമാർ പറഞ്ഞു, ശ്രീകണ്ഠൻ നായരെ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ശ്രദ്ധ വന്നത് അവിടെയാണ്. ഇനിയും രോഗശാന്തിയെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഒരു നിലപാട് വെളിപ്പെടുത്തുവാൻ പാസ്റ്റർമാർക്ക് കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ഈ തറയിൽ നിർത്തിയിട്ട് വേണ്ടേ. പിന്നെ ഈ പണ്ട് ആശാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ആശാൻ, അതായത് കളരിയാശാനെ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് അടിച്ചു. അപ്പോൾ അടിയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളുകൾ ആശാനോട് ചോദിച്ചു, എൻ്റെ ആശാനെ ഇത്രയും വലിയ കളരിയാശാനായിട്ടും എങ്ങനെയാണ് ഈ ശിഷ്യന്മാരെല്ലാം കൊണ്ട് അടിച്ചത്? അപ്പം ആശാൻ പറഞ്ഞതാണ്, ഈ തറയിൽ നിർത്തിയിട്ട് വേണ്ടയോ, കാലൊന്ന് തറയിൽ ഉറച്ചിട്ട് വേണ്ടയോ അടവുകളൊക്കെ ഒന്ന് എടുക്കുവാൻ. ഇതുപോലായിരുന്നു നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ. കാരണം അവരൊരു വാക്ക് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അപ്പുറത്തൊന്നോ ഇപ്പുറത്തൊന്നോ ആരെങ്കിലും ബഹളം വെക്കും, അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ അടുത്ത ആൾക്ക് വായിക്ക് കൊടുക്കും. ഇവർക്ക് പലതും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഭാഗം ശരിക്കും അവതരിപ്പിക്കാൻ പറ്റിയോ എന്നൊരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോയെക്കുറിച്ചൊന്ന് പ്രതികരിക്കാമെന്ന് ഞാനും ചിന്തിച്ചു. 1-2 വീഡിയോ ക്ലിപ്പുകൾ കാണിക്കുകയാണ്. ആദ്യമായിട്ട് പങ്കെടുത്ത പാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പെന്തക്കോസ്റ്റ് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ്, മലബാർ ഗോസ്പൽ മിഷൻ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ഗീവർഗീസ് മാത്തൻ, കുണ്ടന്നൂർ IPC ബethel ചർച്ചിലെ പാസ്റ്റർ ബിജു ജോസ്, വചനഘോഷം ചീഫ് എഡിറ്റർ പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസ്, പാസ്റ്റർ ലിജോ ജോസഫ് തടിയൂർ, എഴുത്തുകാരനും പാസ്റ്ററുമായ പ്രിൻസ് നിലമ്പു. അപ്പോൾ ഈ പാസ്റ്റേഴ്സാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. നമുക്കൊക്കെ അറിയാവുന്ന പാസ്റ്റേഴ്സാണ് ഇവരൊക്കെ. ഇനിയും ഈ പാസ്റ്റേഴ്സ് പറഞ്ഞതിൽ ഈ വീഡിയോയിൽ എനിക്കിഷ്ടപ്പെട്ട ചില വാക്കുകളും ചില ഉദ്ധരണികളും ചില സംഭവങ്ങളും ഒന്ന് കാണിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ബിജു പാസ്റ്റർ പറഞ്ഞത് ഒന്ന് കേൾക്കുക. ഒരു മിനിറ്റ്, ഇത് നോക്ക്. ആ ഇരിക്കുന്ന എന്റെ വൈഫാണ്. ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോലി ചെയ്ത ആളാണ്. 2016 പാർക്കിൻസൺ എന്ന രോഗം വന്നിട്ട് നമ്മുടെ ഇവിടെ ലക്ഷർ ആശുപത്രി കൊണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, ഈ രോഗത്തിന് മരുന്നില്ല. ഞങ്ങൾ ആകെ തളർന്നു പോയി, തകർന്നു പോയി. ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്ത്, ഒപ്പിടാൻ പോലും പറ്റാത്ത സാഹചര്യം, തല ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ രോഗത്തെ ദൈവം അത്ഭുത സൗഖ്യം കൊടുത്ത് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്ത് 2016 തോപ്പുംപടിയിൽ വെച്ച് ഞങ്ങളുടെ IPCയുടെ ജനറൽ കൺവെൻഷൻ നടക്കുക. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പം ഞങ്ങളുടെ സണ്ണി അലക്സാണ്ടർ പാസ്റ്ററാണ് പുതിയ സെൻട്രൽ പാസ്റ്റർ. അതിനു മുമ്പിരുന്ന പാസ്റ്റർ KC ഷാമുവല പാസ്റ്ററിനെ അതിഥിയായിട്ട് വിളിച്ചു. പാസ്റ്റർ അന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പറഞ്ഞു, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നലെ എനിക്ക് ഒരു ദൈവിക ദർശനം ഉണ്ടായി, രോഗികൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ പാസ്റ്റർ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആരാധനയ്ക്ക് വന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ ബൈബിളില് രക്തസ്രാവക്കാരി രോഗി പല ഡോക്ടർമാരാൽ ചികിത്സിച്ചിട്ട് അവർക്ക് സൗഖ്യമാകാതെ വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്മേൽ തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യം വന്നു. അങ്ങനെ പലരെയും യേശുക്രിസ്തു സൗഖ്യമായത്
വായിച്ചിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും ഒക്കെ എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് വേണ്ടിയാണ് പാസ്റ്ററോട് ദൈവം സംസാരിച്ചത്, പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യമാകും. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചതും എൻ്റെ രോഗം മാറി. എൻ്റെ പാർക്കിൻസൺ മാറി. അന്ന് മുതൽ ഇല്ല, എനിക്ക് ഇപ്പൊ 10 കൊല്ലമായി. എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ വീട്ടിലുള്ള ജോലികളും എല്ലാം ഞാനാ ചെയ്യുന്നത്. ഇത് കാശുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എന്ന് പറയാനല്ല. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തുവിലൂടെ അത്ഭുത രോഗസൗഖ്യമുണ്ട്. അത് പറയാൻ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന നമ്മൾ ഈ രോഗസൗഖ്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ തന്നെ ആത്മീയ സൗഖ്യമുണ്ട്. സകല മനുഷ്യർക്കും ഒരു ആത്മാവുണ്ട്. അപ്പോ ആ ആത്മാവിനെ രക്ഷ പ്രാപിക്കുവാനായിട്ടുള്ള ഏക മാർഗം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാം മരിച്ചാൽ അത് പാസ്റ്ററുടെ കാര്യം അല്ല, ഇത് കേക്ക് പറയട്ടെ, ഞാൻ പറയട്ടെ. നാളെ നമ്മള് ജീവിച്ചിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന് വീട്ടിൽ ജീവനോടെ എത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. വൈഫിനെ പേടിപ്പിക്കണ്ട. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇന്ന് മരിച്ചാൽ ആത്മാവ് എവിടെ പോകുന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പ് വരുത്തണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ സാർ ഉൾപ്പെടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാൻ. സകല മനുഷ്യനും പാവികളാ. ഇനിയും നമുക്ക് ലിജോ പാസ്റ്റർ തടിയൂരുകാരൻ, ഞങ്ങളുടെ റാന്നിക്കടുത്ത കേട്ടോ, തടിയൂരുകാരൻ ലിജോ പാസ്റ്റർ പറഞ്ഞത് ഒന്ന് കേൾക്കുക. അത്ഭുത സൗഖ്യത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. ലിജോ പാസ്റ്ററും ശരിക്കും നിത്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് നടത്തിയത്. അല്ല, ഞാന് ഒരു പാസ്റ്ററാണ്. എനിക്ക് ചെറുപ്പത്തിലെ രോഗസൗഖ്യത്തിൽ കൂടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ അറിയാനിടയായി തീർന്നത്. ഈ കിഡ്നി സംബന്ധമായ 2 വൃക്കകളും തകർന്ന് ഒരുപാട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. അല്ല, കിഡ്നി ഇത് ഇവിടെ ആയിരുന്നു അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ കിടന്നു. അവസാനം ലാസ്റ്റ് മൊമെന്റ് പ്രയറിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. അങ്ങനെ ഒരു രക്ഷയുടെ അനുഭവം കിട്ടി. എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് രോഗസൗഖ്യം കിട്ടിയാലും അത് താൽക്കാലികമാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു നിത്യജീവൻ തരുന്ന ഒരു അനുഭവം, രക്ഷയുടെ അനുഭവം എന്റെ ഉള്ളിലേക്ക് വന്നു. ഇപ്പൊ ഞാൻ പ്രാർത്ഥന കൊണ്ട് അപ്പൊ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുക, എത്ര രോഗസൗഖ്യം, ഏതൊക്കെ മതങ്ങൾ മെഡിറ്റേഷൻ ചെയ്താലും, ഏതൊക്കെ പാസ്റ്റർ പ്രാർത്ഥിച്ചാലും, ഏതൊക്കെ അച്ഛൻ പ്രാർത്ഥിച്ചാലും, സൗഖ്യം കിട്ടിയാലും ഒരു ദിവസം ഇവിടുന്ന് മരിക്കും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സകല രോഗങ്ങളും മെഡിറ്റേഷനിൽ കൂടെ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, അത് താൽക്കാലികമാണ്. അതിനപ്പുറത്ത് ഒരു നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ പ്രാപിച്ച ആ രക്ഷ എന്റെ അനുഭവത്തിലുണ്ട്. ഇന്നുകൊണ്ട് നാളെ രോഗം ബിബ്ലിക്കലി ഞാൻ വിശ്വസിക്കുന്ന പവിത്ര സംഗതിയായിരിക്കുന്ന ബൈബിൾ. ആ ഭാഗം നിങ്ങൾ കേട്ടല്ലോ. ഇനിയും ഈ ഒരു ഷോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം അത് അവതരിപ്പിച്ചത് ഞങ്ങളുടെ നാട്ടുകാരൻ, റാന്നിക്കാരനാകുന്ന തോമസ് കുട്ടി പാസ്റ്ററാണ്. 28 വർഷമായില്ലേ ഞാൻ ഈ റാന്നി വിട്ടിട്ട്. അതുകൊണ്ട് തോമസ് കുട്ടി പാസ്റ്റർ ഇപ്പോഴും റാന്നിയിലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞങ്ങളുടെ ഏഴുവലിയുടെ അയൽവക്കത്തൊക്കെ പാസ്റ്റർ താമസിച്ചതാണ്. അതുകൊണ്ടാണ് റാന്നിക്കാരനെന്ന് വിളിച്ചത്. തോമസ് കുട്ടി പാസ്റ്ററുടെ ഒരു തകർപ്പൻ പ്രകടനത്തോടുകൂടെ ഏകദേശം ആ ഷോയങ്ങ് അവസാനിക്കുകയാണ്. ഭയങ്കര കൊടവേറും ഭയങ്കര തടിയനുമായിരുന്നു. ഇപ്പൊ ഞാൻ സാറിനെ പോലെ സിനിമ കാരണമാണെന്നറിയോ, ഞാൻ പ്രാർത്ഥിച്ചു എന്റെ ദൈവം എന്റെ കൊടവേറും എന്റെ തടിയും മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു മരുന്ന് ചെയ്തില്ല. ഇനിയും എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിൽ പങ്കെടുത്ത യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഒരു പഴയ നേതാവ്, കേരള യുക്തിവാദി സംഘം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനം, അദ്ദേഹത്തെക്കുറിച്ചും ഒന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഈ ഷോയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്ത് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്തുകാരുടെ എല്ലാ കളികളും അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യം അതൊന്ന് കേട്ടു നോക്കണം. മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് അറിയാം. മരുന്നില്ല. അപ്പൊ കിഡ്നി രോഗം ഉണ്ടായിരുന്നുള്ളതിന് തെളിവ് വല്ലതും കയ്യിലുണ്ടോ? ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. കംപ്ലീറ്റ് ക്യൂർ ആയി എന്നുള്ളൊരു തെളിവുണ്ടോ? കംപ്ലീറ്റ് ക്യൂർ ആയി എന്നുള്ള തെളിവുണ്ടോ? എവിടെയാ ട്രീറ്റ് ചെയ്തത്? മുത്തൂറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. രാജൻ ഡോക്ടർ. മുത്തൂറ്റുകാരാണ്. പത്തനംതിട്ട തിരുവല്ലയാണ് തട്ടിപ്പുകാരുടെ. ഞാൻ ആദ്യം പറഞ്ഞു ആദ്യം അദ്ദേഹത്തിന് രോഗം ഉണ്ടായിരുന്നുള്ള തെളിവ് കാണണം. അത് കഴിഞ്ഞ് അദ്ദേഹം ട്രീറ്റ് ചെയ്യാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് രോഗം മാറി എന്നുള്ള ഒരു തെളിവ് വേണം. ഈ തെളിവില്ലാതെ ഇവിടെ വന്നിരുന്നുകൊണ്ട് എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. അതായത് ആരെങ്കിലും രോഗസൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ തെളിവുണ്ടോ? രോഗമുണ്ടായിരുന്നെന്ന് തെളിവുണ്ടോ? സൗഖ്യം പ്രാപിച്ചെന്നതിന് തെളിവുണ്ടോ? എന്നൊക്കെയാണ് ഈ പഴയ യുക്തിവാദിയല്ല, ഇപ്പോഴും പുള്ളി യുക്തിവാദിയാണ്. പക്ഷേ പണ്ട് പുള്ളി ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഇപ്പം അല്ലെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം പറഞ്ഞ
വാചകങ്ങൾ. അതുകൊണ്ട് എനിക്ക് തോന്നി 1-2 മറുപടികൾ, പ്രതികരണങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ ഒന്ന് പാഠഭേദത്തിലൂടെ ഒന്ന് പറഞ്ഞു നോക്കണം. ഈ ചർച്ചയിൽ മുഴുകിക്കേട്ട വളരെ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ. ഒരു ചോദ്യം, എന്താണ് എല്ലാവരും സൗഖ്യമാകാത്തത്? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ നമ്മുടെ പാസ്റ്റർമാർക്കൊക്കെ അതിൻ്റെ ഉത്തരം അറിയാം കേട്ടോ, അവിടെ ഇരുന്ന പാസ്റ്റർമാർക്കും അറിയാം. പക്ഷെ അവർക്ക് പറയാനുള്ള സമയം കൊടുക്കട്ടെ. ആശാനെ തറയിലൊന്ന് കാല് വെച്ചിട്ട് വേണ്ടേ ഈ അടവുകളൊക്കെ ഒന്ന് പയറ്റാൻ? പറ്റുന്നില്ല, തറയിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ ചുറ്റും നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാം? അവർ പറയാനിരുന്ന കാര്യം ഞാൻ ആസാദിയുടെ ടി വിയിലൂടെ അങ്ങ് പറയുകയാണ്. ഞാനങ്ങ് പ്രാർത്ഥിക്കുകയാണ്, ശ്രീകണ്ഠൻ നായരും പിന്നെ നമ്മുടെ യുക്തിവാദി നേതാവും ഒക്കെ ഈ വീഡിയോ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഈ സൗഖ്യമാകുവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള ഘടകം വിശ്വാസം എന്ന ഘടകമാണ്. വിശ്വാസം എന്ന ഘടകം പറയുമ്പോൾ യേശു കർത്താവിൻ്റെ അടുക്കൽ സൗഖ്യം പ്രാപിക്കാൻ വന്നവരോടൊക്കെ യേശു ഉറപ്പായിട്ട് ചോദിച്ച ചോദ്യം, നീ വിശ്വസിക്കുന്നുവോ? സൗഖ്യം പ്രാപിക്കാനാണ് വന്നത് എങ്കിലും യേശു ആവർത്തിച്ച് ചോദിക്കുക, നിനക്ക് വിശ്വാസമുണ്ടോ? കാരണം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഈ സൗഖ്യം ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഇനിയും ശ്രദ്ധിക്കണമേ, വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള റെഫറൻസുമുണ്ട്. അന്ന് കാലത്ത്, യേശുവിൻ്റെ കാലത്ത് അനേകർ അവനിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, പ്രത്യേകിച്ചും അവൻ തൻ്റെ സ്വന്തം സ്ഥലത്ത് ചെന്നപ്പോൾ, അവനെ അറിയാവുന്ന നാട്ടുകാരുടെ ഇടയിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, ഇവൻ തച്ചൻ്റെ മകനല്ലേ? ആർക്കും യേശുവിലൊന്നും വലിയ വിശ്വാസമൊന്നും വന്നില്ല. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയുന്നത് പോലെ യേശുവിലൊന്നും വലിയ വിശ്വാസമൊന്നും സ്വന്തക്കാർക്കും സ്വന്തം നാട്ടുകാർക്കും ഉണ്ടായില്ല. അവിടെ വേദപുസ്തകം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ അധികം പേരെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിഞ്ഞില്ല. ചില രോഗികളുടെ മേൽ അവൻ കൈവച്ചതല്ലാതെ അവിടെ ഒരു മാസ് ഹീലിംഗ് ഒന്നും ഉണ്ടായില്ല. കാരണം എന്താ? അവനെ അറിയുന്ന ആളുകൾക്ക് ഇവൻ നമ്മുടെ ഇടയിൽ ജനിച്ചു വളർന്ന ഒരാളല്ലേ, ഇവൻ ആരാ എന്നൊരു ചോദ്യം ഉണ്ടായപ്പോൾ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഒരു സൗഖ്യവും അവിടെ നടന്നില്ല. അപ്പോൾ സൗഖ്യം നടക്കുവാൻ അത്യന്താപേക്ഷിതമായി വേണ്ട ഘടകമാണ് വിശ്വാസം. ഇവിടെ ചിലർ വെല്ലുവിളിക്കുന്നതൊക്കെ കേട്ടു, നിങ്ങൾക്ക് റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് വരുവാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് വന്നാൽ മാസ് ഹീലിംഗ് ഒന്നും അവിടെ സംഭവിക്കത്തില്ല. കാരണം അടിസ്ഥാനപരമായി വിശ്വാസം എന്ന ഘടകം അവിടെ ഉണ്ടാകണം. ഇനി സ്കെപ്റ്റിക്കലായിട്ട്, അതായത് എനിക്കൊന്ന് നോക്കണം ഇവിടെ സൗഖ്യം സംഭവിക്കുമോ എന്ന്, ഞാനൊരു കുരുടനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ സൗഖ്യം സംഭവിക്കത്തില്ല. കാരണം വിശ്വാസം എന്ന അടിസ്ഥാന ഘടകം അവിടെ ഇല്ല. നിങ്ങളൊക്കെ യുക്തിപരമായി ചിന്തിക്കുന്നവരല്ലേ, യുക്തിവാദികളെ, ക്രിട്ടിക്കൽ മൈൻഡുള്ളവർ അല്ലേ, സയൻറ്റിഫിക് തിങ്കിങ് ഉള്ളവർ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ ഇത് തെളിയിച്ചു തരാം. അതായത് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സൗഖ്യം നടക്കത്തുള്ളൂ എന്ന എൻ്റെ ഫോർമുല ഞാനൊന്ന് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ പോവുകയാണ്. എന്താ ഫോർമുല എന്നറിയാമോ? ഈ ഏത് കെമിക്കൽ റിയാക്ഷനും നടക്കണമെങ്കിൽ അതിനൊരു ഫോർമുലയുണ്ടല്ലേ. ആ ഫോർമുല മാത്രമല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി ഘടകങ്ങൾ ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ ആ കെമിക്കൽ റിയാക്ഷൻ പൂർണ്ണമായി വരികയുള്ളൂ. ഇതുപോലെ തന്നെ സൗഖ്യമാകുക എന്ന പ്രോസസ്സ് പൂർണ്ണമാകണമെങ്കിൽ അവിടെ സൗഖ്യം പ്രാപിക്കാനൊരു വ്യക്തി വേണം, സൗഖ്യം പ്രാപിക്കാനൊരു വ്യക്തി വേണം, സൗഖ്യം നൽകുന്ന ദൈവശക്തി അവിടെ വ്യാപരിക്കണം. ഇത് രണ്ടും കൂട്ടിച്ചേരുന്നത്, രണ്ടിനെയും ഒന്നിപ്പിക്കുന്നത് വിശ്വാസമെന്ന ഒരു ഘടകമാണ്. ഇതാണ് ഫോർമുല കേട്ടോ. അപ്പോൾ ആ ഫോർമുല കറക്റ്റായിട്ട് നടന്നെങ്കിൽ മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ, സൗഖ്യം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും എനിക്കിതിലൊന്നും വിശ്വാസമില്ല കേട്ടോ, എന്നാലും ഞാനൊന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൗഖ്യമൊന്നും സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ 100 കണക്കിന് സൗഖ്യം, ഹീലിംഗ് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വിശ്വാസത്താൽ, പ്രാർത്ഥനയാൽ ഞാൻ പ്രാപിച്ചതാണ്. ഇനി ഞാൻ ആ ഫോർമുല ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാൻ കേട്ടോ. ഒരു കെമിസ്ട്രിയുടെ ഉദാഹരണത്തോടു കൂടെ പറയാം. ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകണം. അല്പം കെമിസ്ട്രിയൊക്കെ പഠിച്ചതാണ്, പഠിപ്പിച്ചതുമാണ്. ഒരു പാരലൽ കോളേജ് അധ്യാപകൻ്റെ റോളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്, 10-30 വർഷത്തിന് മുമ്പ്. അന്ന് കുറേ കെമിസ്ട്രിയൊക്കെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കെമിസ്ട്രിയുടെ ഓർമ്മ കൊണ്ട് പറയുക കേട്ടോ. അതായത് ഈ ചില കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആവശ്യമാണ്. ആ ഒരു കെമിക്കൽ റിയാക്ഷനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ആക്റ്റീവ്
ടെമ്പറേച്ചർ ആവശ്യമാണ്. വേണമെങ്കിൽ നമുക്ക് ത്രഷോൾഡ് ടെമ്പറേച്ചർ എന്ന് പറയാം. ആ ടെമ്പറേച്ചറിൽ എത്തിയെങ്കിൽ മാത്രമേ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ആ ടെമ്പറേച്ചറിൻ്റെ ത്രഷോൾഡിൽ എത്തിയില്ല എങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയില്ല. നമ്മൾ പണ്ടൊക്കെ ലാബിൽ ഓർമ്മയില്ലേ, ഈ യുക്തിവാദി സാർമാർക്ക് പ്രത്യേകിച്ച് ഓർമ്മ വേണമല്ലോ. കാരണം അവരൊക്കെ ഈ സയൻസ് നന്നായിട്ട് അറിയാവുന്നവരും, എൻ്റെ ചിന്ത ഈ യുക്തിവാദികളെല്ലാം ഈ കെമിസ്ട്രിയിലും ഫിസിക്സിലുമൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷനും പിന്നെ PhD ഒക്കെ എടുത്തവരായിരിക്കാം. അവർ ഈ സയൻസിനെ കുറിച്ച് വാതോരാതെ പറയുന്നത് കൊണ്ട് ആണ് അങ്ങ് പറഞ്ഞത് കേട്ടോ. നമ്മുടെയൊക്കെ ഈ കെമിസ്ട്രി ലാബുകളിലൊക്കെ നമ്മളെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് സാധനമൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ബർണർ അല്ലേ, ഒരു തീയുടെ മുകളിൽ വെച്ചിങ്ങനെ കത്തിക്കുന്ന ഓർമ്മയില്ലേ, ഒരു ചെറിയ വിളക്കിൻ്റെ മുകളിൽ വെച്ചിങ്ങനെ കത്തിക്കുന്നത് സ്പിരിറ്റ് ലാമ്പ് അല്ലേ, ഓർമ്മയില്ലേ? അങ്ങനെ അങ്ങോട്ട് തീ പിടിച്ച് കഴിയുമ്പോഴാണ് കെമിക്കൽ റിയാക്ഷൻ ഇതിനകത്ത് സംഭവിക്കുന്നത്. ആ ഒരു ത്രഷോൾഡ് ടെമ്പറേച്ചർ ഉണ്ടായ ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്ന് കേട്ടോണേ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞ രണ്ട് പിന്നെ സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഫോർമുല കറക്റ്റ് അല്ലേ, സംഭവം നടക്കുന്നൊന്നും ആരും ചിന്തിക്കല്ലേ. അത് ഫുൾഫിൽ ആകണമെങ്കിൽ ആ ഒരു ത്രഷോൾഡ് ടെമ്പറേച്ചർ ഉണ്ടാകണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞോട്ടെ. അതായത് ഈ ഗ്ലോയിങ് സ്റ്റിക്ക് കണ്ടിട്ടില്ലേ, ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ടല്ലോ, തിളങ്ങുന്ന അല്ലേ, ആ വെളിച്ചം പരത്തുന്ന സ്റ്റിക്കാണത്. ഒരു ബ്രോക്കൺ ഗ്ലോയിങ് സ്റ്റിക്ക് അത് നല്ല ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ? ആ ചൂട് ആ ഗ്ലോയിങ് സ്റ്റിക്കിൻ്റെ അകത്തുള്ള കെമിക്കൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെ പെട്ടെന്ന് ട്രിഗർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ചൂടുവെള്ളത്തിലിടുന്ന ഗ്ലോയിങ് സ്റ്റിക്ക് പെട്ടെന്ന് അത് തിളങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ ഇതേ ഗ്ലോയിങ് സ്റ്റിക്ക് എടുത്ത് നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ അകത്തൊന്ന് വെച്ച് നോക്കിക്കേ, അല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലൊന്ന് വെച്ച് ഈ ഗ്ലോയിങ് സ്റ്റിക്ക് ഗ്ലോ ചെയ്യാതിരിക്കും. കാരണം എന്താ? ടെമ്പറേച്ചർ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. രോഗസൗഖ്യം നടക്കണമെങ്കിൽ, ആ ഒരു ഫോർമുല കംപ്ലീറ്റ് ആകണമെങ്കിൽ, ആ ഒരു കെമിക്കൽ റിയാക്ഷൻ പൂർണ്ണമാകണമെങ്കിൽ അത്യാവശ്യം വേണ്ട ഘടകമാണ് വിശ്വാസം. അപ്പോൾ രോഗസൗഖ്യം എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് വിശ്വാസം എന്ന ടെമ്പറേച്ചർ. വിശ്വാസം എന്ന ടെമ്പറേച്ചർ അതിൻ്റെ ത്രഷോൾഡ് അളവിൽ എത്തുമ്പോഴാണ് ജീവിതങ്ങൾ സൗഖ്യമാകുന്നത്. അല്ലാതെ നമ്മുടെ വാകത്താനംകാരൻ മുൻ ജനറൽ സെക്രട്ടറി എയ്ത്തിസ്റ്റ് എന്നെ ഒന്ന് സൗഖ്യമാക്കിക്കുക എന്ന് വെല്ലുവിളിച്ചാൽ സൗഖ്യമാകുകയില്ല. കാരണം നിങ്ങളുടെ അകത്ത് ആ വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തത് കൊണ്ട് താങ്കൾക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയില്ല. എന്നാൽ വിശ്വാസമുള്ള ഞങ്ങൾ വിശ്വാസത്താൽ രണ്ട് കൈ നീട്ടി സൗഖ്യം പ്രാപിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഫോർമുല ഒന്ന് നിവർത്തിച്ച് കാണുന്നു. വിശ്വാസമുണ്ടോ? നിങ്ങൾക്കും സൗഖ്യം പ്രാപിക്കാം. അതിന് എന്തെങ്കിലും വരപ്രാപ്തനാകുന്ന ആളുണ്ടാകണമെന്നൊന്നുമില്ല. യേശു കർത്താവ്, ലോകരക്ഷകനാകുന്ന യേശു കർത്താവ് തൻ്റെ ആണിപ്പാടുള്ള കരം നീട്ടി നിങ്ങളെ തൊടുവാനിടയായി തരും, സൗഖ്യമാകുവാനിടയായി തരും. ഒരു ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞ് ഈ പാഠഭേദം നിർത്തുകയാണ്. പാഠഭേദം ഇന്നത്തെ ഒത്തിരി നീളമുള്ളതാണ് കേട്ടോ. നിങ്ങൾ ദയവായി ക്ഷമിക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സമയമില്ലെങ്കിലും നീട്ടിപ്പറഞ്ഞേ മതിയാകുകയുള്ളൂ. അതായത് ഈ യുക്തിവാദി നേതാവ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, തെളിവുണ്ടോ? രോഗം വന്നെന്ന് തെളിവുണ്ടോ? രോഗം വന്ന ശേഷം സൗഖ്യമായെന്ന് തെളിവുണ്ടോ? അങ്ങനെയെല്ലാം തെളിവുള്ള ഒരു സൂപ്പർ സാക്ഷ്യം കാണിക്കാൻ പോവുക. അതായത് ആസാദിയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ച ഒരു സാക്ഷ്യമാണ്. എന്തിനാണ് ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഈ സാക്ഷ്യം പറയുന്ന ആൾ ഒരു കാർഡിയോളജിസ്റ്റാണ്. അതും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലൊന്നുമില്ല, ആസ്ട്രേലിയയിലെ വളരെ പ്രശസ്തമാകുന്ന ഒരു ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ്. അപ്പോൾ ആസ്ട്രേലിയക്കാരനാണ് അല്ലേ? അല്ല, നമ്മുടെ സ്വന്തം മലയാളി ആസ്ട്രേലിയയിലെ കാർഡിയോളജിസ്റ്റ്. കാർഡിയാക് അറസ്റ്റോ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയാം. അത് കൊണ്ട് 1 മണിക്കൂർ 24 മിനിറ്റ് ശരീരത്തിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ച് മരിച്ചു കിടന്ന മനുഷ്യൻ തൻ്റെ ഭാര്യ വന്ന് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച ഒരു 3 സെൻറ്റൻസ് ചെറിയ പ്രാർത്ഥനയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. 1 മണിക്കൂർ 24 മിനിറ്റിന് ശേഷം. ആ അത്ഭുത സംഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഇനിയും കൊടുക്കാൻ പോകുന്നത്. ഈ സാക്ഷ്യം ഫുള്ള് നിങ്ങൾ കേൾക്കണം. ഇതിനകത്ത് മരിച്ചെന്നുള്ളതിന് തെളിവുണ്ട്, ജീവൻ വന്നു എന്നുള്ളതിന് തെളിവുണ്ട്. ഇത് ആസാദി ചാനൽ മാത്രമല്ല, ലോകത്തിൽ ഇൻ്റർനാഷണൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഡോക്ടറുടെ സാക്ഷ്യമാണ്. ഇതുകൂടെ ഒന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
ഈ പാഠഭേദം നിർത്തുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. കാരണം ഇന്നത്തെ ഒരു ടെസ്റ്റിമോണി സെഷനിൽ ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഒത്തിരി മെഡിക്കൽ ടേംസ് ഉപയോഗിക്കും. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബൗൺസേഴ്സ് ആയിരിക്കും, എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മെഡിക്കൽ ടേംസ് ഒത്തിരി അല്ലേ, നമ്മൾ ലേമാനെ സംബന്ധിച്ചിടത്തോളം ഒരു ദോസ് ആർ നോട്ട് ഇൻ ദാറ്റ് ഫീൽഡ് ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട്. അതുപോലെ തന്നെ ആസ്ട്രേലിയയിലെ സ്ഥലങ്ങളുടെ പേരുകൾ ഞാൻ പല പ്രാവശ്യം ഡോക്ടറുടെ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ടെങ്കിലും ആ സ്ഥലങ്ങളുടെ പേരുകൾ എനിക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് അതായിരിക്കും. എന്തായാലും ഞാൻ ഇനിയും പ്രേക്ഷകരുടെ ക്ഷമയെ നശിപ്പിക്കുന്നില്ല. നമുക്ക് ഇനിയും പിന്നെ ഡോക്ടർ ഷോണിൽ നിന്ന് തന്നെ നമുക്ക് അനുഭവങ്ങൾ കേൾക്കാം. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം, മലയാളത്തിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. സോ യു ക്യാൻ ക്യാരി ഓൺ ഓർ ടു ഡോക്ടർ ഷോൺ തോമസ് ജോർജ്. Thank you, Pastor Finney. I'm just going to share my slides first. And along with the slides, I would like to share my testimony so that you can see the evidence of the testimony as well. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചില സ്ലൈഡ്സ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആ സ്ലൈഡ്സ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ടെസ്റ്റിമണി ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനിടയായി തീരും. So it is not often that you hear a doctor sharing a testimony with the title Raised from the Dead. സാധാരണയായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ടെസ്റ്റിമണി കേൾക്കാൻ സാധ്യതയില്ല. ഒരു ഡോക്ടർ പറയുന്നു ഞാൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു, അങ്ങനെ കേൾക്കാനുള്ള സാധ്യത കുറവാണ്. Normally if you hear somebody saying that, you would think that they are mad. ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുമോ ആ മനുഷ്യന് വട്ടാണ് അല്ലെങ്കിൽ ഭ്രാന്താണ്. So I just thought I will share with you what I actually do as a profession so that you will understand that I'm not actually saying any lies, but I'm actually sharing the truth of what actually happened to me. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ജോലി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാകും. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു വ്യാജമല്ല, വളരെ വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ബോധ്യമാകും. So I trained and did my basic medical degree in Kasturba Medical College in Manipal. ഞാൻ എൻ്റെ ബേസിക് മെഡിക്കൽ ഡിഗ്രി മണിപ്പാലിലുള്ള കസ്തൂർബ മെഡിക്കൽ മിഷനിലാണ് ഞാൻ ചെയ്തത്. And then I did my MD in general medicine also in KMC Manipal. ഞാൻ അതിനുശേഷം എൻ്റെ MD ജനറൽ മെഡിസിനിലുള്ള എൻ്റെ MD ഞാൻ മണിപ്പാലിൽ തന്നെ ചെയ്യുവാനിടയായി തീർന്നു. And then I worked in Manipal, and then I worked in Malaysia, and then I moved to Australia in 2006. ഞാൻ മണിപ്പാലിൽ കുറെ നാളുകൾ വർക്ക് ചെയ്തു, അതിനുശേഷം മലേഷ്യയിൽ ജോലി ചെയ്തു. അതിനുശേഷം 2006 ഞാൻ ഓസ്ട്രേലിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. And now I'm a fellow of the Royal Australasian College of Physicians. ഞാനിപ്പോൾ ഓസ്ട്രേലിയ റോയൽ കോളേജിന്റെ ഒരു ഫെലോയാണ് ഇപ്പോൾ. And also a member of the American College of Physicians. അതോടൊപ്പം തന്നെ അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യന്റെ ഒരു മെമ്പർ കൂടിയാണ് ഞാൻ. And I head the Department of Internal Medicine at Kalgoorlie Hospital. എനിക്ക് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കാൽഗറി ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിസിൻ ആ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ചുമതല വഹിക്കുന്നു. So when I share with you, this is the area that I actually specialize in, and I can explain to you what happened with the evidence. ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ എൻ്റെ സ്പെഷ്യലൈസേഷൻ ഈ ഏരിയയിൽ ആയതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കഴിയും. So I just bring greetings to you from my wife. Her name is Sherry. She's in the photo that you can see. ഫോട്ടോയിൽ കാണുന്ന എൻ്റെ വൈഫിന്റെ ഗ്രീറ്റിംഗ്സ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. And Sherry is also a doctor. She was qualified as a ear, nose, throat surgeon in India, and now she works in the emergency department at Kalgoorlie Hospital. ഡോക്ടർ ഷെറിയും പ്രൊഫഷൻ ഡോക്ടറാണ്. താൻ ഒരു ENT സർജനാണ്. കാൽഗറി ഹോസ്പിറ്റലിൽ താൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. And next to her is her father, Mr. Jacob Thomas, who was in Dubai and in the assembly in Dubai. And that's how Brother Finney has got many messages, because they were in Dubai for many years and in Muscat before that. അത് വൈഫിന്റെ കൂടെ നിൽക്കുന്നത് വൈഫിന്റെ പിതാവാണ്. അദ്ദേഹം മിസ്റ്റർ ജേക്കബ് തോമസ്. അദ്ദേഹം ദുബൈയിലായിരുന്നു, മസ്കറ്റിലായിരുന്നു. അതുകൊണ്ടാണ് ഒത്തിരി മെസ്സേജസ് അവിടെ നിന്നൊക്കെ പാസ്റ്റർ ഫിന്നിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
And Sherry's mother is Dr. Grace Jacob. ഷെറിയുടെ മദർ ഡോക്ടർ ഗ്രേസ് ജേക്കബ് ആണ്. And she was a obstetrics and gynecology consultant for many years in Muscat, Dubai and Brunei. മസ്കറ്റിലും ബ്രൂണയിലും ദുബായിലും ഒക്കെ താൻ ഒരു ഗൈനക്കോളജിസ്റ്റ് കൺസൾട്ടന്റ് ആയിട്ട് ധാരാളം ദീർഘവർഷങ്ങൾ സേവനം അനുഷ്ഠിക്കുവാനിടയായി തീർന്നു. And we have only one son. His name is Michael. ഞങ്ങൾക്ക് ഒരു മകൻ മാത്രമാണുള്ളത്. ഞങ്ങളുടെ മകന്റെ പേര് മൈക്കിൾ എന്നാണ്. And this picture is an old picture. Now he is actually in the 4th year of medical school in Perth. പെർത്തിലെ ഇപ്പോൾ 4ാം വർഷം മെഡിക്കൽ സ്കൂളിൽ മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. And he is 23 years old. മോൻ ഇപ്പോൾ 23 വയസ്സായി. So my story actually happened on the 24th of October 2008. എൻ്റെ അനുഭവം, എൻ്റെ കഥ സംഭവിക്കുന്നത് 2008 ഒക്ടോബർ 24 തീയതിയാണ്. I had just returned on the Sunday before that from the Pacific Islands of Vanuatu. അതിന് തൊട്ട് മുമ്പ് ഉള്ള സൺഡേയിലാണ് ഞാൻ പസഫിക് ഐലൻഡ് ആകുന്ന വെനവാറ്റു എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് ഞാൻ മടങ്ങി വന്നത്. So for those of you who don't know, there are many Pacific Islands. You have Solomon Islands, Fiji, Vanuatu, etc. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും ഫിജി ഐലൻഡ്, സോളമൻ ഐലൻഡ്സ്, ഇങ്ങനെ പറയുന്ന ഒത്തിരി പസഫിക് ഐലൻഡ്സ്, പസഫിക് മഹാസമുദ്രത്തിലുള്ള ദ്വീപുകൾ ആ ഭാഗത്തുണ്ട്. So I had gone with an organization called Healthcare Christian Fellowship to Vanuatu. വെനവാറ്റു എന്ന് പറയുന്ന ഐലൻഡിലേക്ക് ഹെൽത്ത് കെയർ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയോട് കൂടെ ചേർന്നാണ് ഞാൻ ആ ഐലൻഡിലേക്ക് പോയത്. So we went to a very remote island of Vanuatu. There are 83 islands in Vanuatu. വെനവാറ്റുവിൽ 83 ദ്വീപുകളുണ്ട്. ആ ദ്വീപ് സമൂഹത്തിൽ വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഐലൻഡിലേക്കാണ് ഞാൻ പോയത്. It was an island called Tongawa. ആ ഐലൻഡ് പേര് ടോങ്കോവ എന്നായിരുന്നു. And there are 6,000 people who live there. അവിടെ 6000 ആളുകൾ താമസിക്കുന്ന ഒരു ദ്വീപാണ്. And they had not seen a doctor for over 5 years. 5 വർഷത്തിനിടയിൽ അവരൊരിക്കൽ പോലും ആ ആളുകൾ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. They only had a nursing post. അവിടെ ആകെ ഒരു നഴ്സിംഗ് ഒരു പോസ്റ്റ് മാത്രമാണുള്ളത്. So while I was there, there were 4 of us doctors. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ 4 ഡോക്ടർമാർ ഒന്നിച്ചാണ് അവിടേക്ക് പോയത്. And one was a dentist. അതിൽ ഒരാൾ ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. And in the 4 days, we saw close to 700 patients. ആ 4 ദിവസം കൊണ്ട് 700 രോഗികളെ ഞങ്ങൾ കാണുവാനിടയായി തീർന്നു. And the reason I went was not just to do medicine. ഞാൻ അവിടെ പോകാൻ കാരണം മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ജോലി എൻ്റെ ദൗത്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമായിരുന്നില്ല. Every patient that we saw, we also shared the gospel with them. ഞങ്ങൾ കണ്ട ഓരോ രോഗികളോടും ഞങ്ങളെ സുവിശേഷം അവിടെ പങ്കുവെക്കുവാനിടയായി തീർന്നു. And for the glory of God, I can say, ദൈവനാമ മഹത്വത്തിനായിട്ട് എനിക്ക് പറവാൻ കഴിയും, more than 400 people gave their life to Christ in that visit. ആ സന്ദർശനത്തിൽ 400ഓളം ആളുകൾ കർത്താവിന് വേണ്ടി തങ്ങളുടെ ഹൃദയം സമർപ്പിക്കുവാനിടയായി തീർന്നു. And there are many miracles that happened even while I was in Vanuatu. വനവാറ്റുവിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ നടക്കുവാനിടയായി തീർന്നു. We don't have the time to go into that. എല്ലാ കാര്യങ്ങളും പറയാൻ ഇന്ന് നമുക്ക് സമയമില്ല. But I want you to remember that I had just come back from serving God in that island. ഞാൻ ഈ കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ വനവാട്ടു ഐലൻഡ്സിൽ കർത്താവിന്റെ വേല കഴിഞ്ഞിട്ട് മടങ്ങി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. And I started back in Kalgoorlie Hospital on Monday. അടുത്ത മൺഡേ മുതൽ ഞാൻ കാൽഗോറി ഹോസ്പിറ്റലിൽ പിന്നെയും എന്റെ ജോലിയിൽ പ്രവേശിച്ചു. And I was supposed to go to a town called Esperance. എന്നിട്ട് എനിക്ക് ഒരു ടൗൺ എസ്പെറൻസ് എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് പോകേണ്ടിയിരുന്നു. If you look at the map, and you'll see at the bottom near the ocean is the town called Esperance. നിങ്ങൾ ആ മാപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ബോട്ടം സൈഡിലായിട്ട് സമുദ്രത്തോട് ചേർന്ന് എസ്പെറൻസ് എന്ന് പറയുന്ന ആ പട്ടണം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. And Kalgoorlie is 400 kilometers from Esperance. കാൽഗോറിയിൽ എസ്പെറൻസിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരമുള്ളതാണ്. So here we can drive at 110 kilometers per hour. ഇവിടെ നമുക്ക് 110 കിലോമീറ്റർ ഒരു മണിക്കൂർ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. And so in 4 hours you can reach Esperance. അതുകൊണ്ട് എസ്പെറൻസിൽ 4 മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്തെത്തുവാൻ ഇവിടെ കഴിയും. So the town I live in is called Kalgoorlie Boulder.
ഞാൻ കൽഗുരിയിൽ ഹോൾഡർ എന്ന് പറയുന്ന ടൗണിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. And that is 600 kilometers northeast of the main city, which is Perth. അത് പെർത്തിൽ നിന്ന് 600 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമായിരുന്നു. So God brought us here to Kalgoorlie in 2006. 2006 കാൽഗുരിയിൽ ദൈവം ഞങ്ങളെ കൊണ്ടുവരുവാനിടയായി തീർന്നു. And I have the privilege of working among the Aboriginal people of Australia as well. ഓസ്ട്രേലിയയിലെ അബോറിജിനൽ എന്ന് പറയുന്ന ആ പീപ്പിൾ ഗ്രൂപ്പിന്റെ ഇടയിൽ വർക്ക് ചെയ്യുവാൻ അതുകൊണ്ട് എനിക്ക് സാവകാശം കിട്ടി. So I think in Kerala we say Adivasigal. So the same type of people here. അത് ഓസ്ട്രേലിയയിലെ ആദിവാസികളായ ആളുകളാണ് അബോറിജിനൽ ആളുകൾ എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുവാൻ, ഓസ്ട്രേലിയയിലെ ആദിവാസികളുടെ ഇടയിൽ വർക്ക് ചെയ്യുവാൻ എനിക്ക് അവസരം അങ്ങനെ ലഭിച്ചു. So on the Wednesday, I was driving to Esperance so that I could do my clinic there on Thursday, which was the 23rd of October. 23 ഒക്ടോബർ വ്യാഴാഴ്ച എനിക്ക് അവിടെ എൻ്റെ ക്ലിനിക്കിൽ പേഷ്യൻസിനെ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ വെനസ്ഡേയിൽ അവിടേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. And on Thursday, after finishing the clinic, I stayed in Esperance overnight. And Friday morning, I was starting my journey back to come to Kalgoorlie. വ്യാഴാഴ്ച എൻ്റെ ജോലികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം അന്ന് ഞാൻ അവിടെ താമസിച്ചു. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ തിരിച്ച് കാൽഗുരിയിലേക്കുള്ള എൻ്റെ യാത്ര ഞാൻ പുനരാരംഭിച്ചു. I started my journey at about 9:30. ഞാൻ ഏകദേശം 9:30 എൻ്റെ യാത്ര തുടങ്ങി. And you can see on the bottom of the screen, there is another doctor, Dr. Zunaira. She is a Pakistani Muslim girl. She was my intern who also traveled with me. നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാം, എൻ്റെ കൂടെ ഒരു പാകിസ്ഥാനിയായ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന എൻ്റെ ഇന്റേൺ ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറും എന്നോടൊപ്പം ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഡോക്ടർ സുനൈറ. And when we started the journey, I was perfectly fine. ഞാൻ യാത്ര ആരംഭിച്ചപ്പോൾ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. But after a short distance, I began to develop some discomfort in my chest. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം എൻ്റെ ചെസ്റ്റിന്റെ അകത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടു. I had no pain, but only a discomfort. എനിക്ക് വേദനയൊന്നുമില്ലായിരുന്നു, പക്ഷെ ഒരു ഡിസ്കംഫർട്ട് ഞാൻ അനുഭവിക്കുകയാണ്. And just to let you know, I was only 39 years old. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ സമയത്ത് എനിക്ക് 39 വയസ്സ് മാത്രമായിരുന്നു. And I was quite well. ഞാൻ ഹെൽത്തിൽ വളരെ ഓക്കെ ആയിരുന്നു, കുഴപ്പങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. So I never thought that this could be something serious. ഞാൻ അതുകൊണ്ട് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇത് എന്തെങ്കിലും ഗൗരവമുള്ള വിഷയമാണെന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയില്ല. So if you look at the map which shows Perth, Esperance and Kalgoorlie, you will see that in the middle of Kalgoorlie and Esperance, there is a town called Norseman. നിങ്ങൾ ആ മാപ്പ് നോക്കിയാൽ, കാൽഗുരിയിൽ നിന്ന് എസ്പെറൻസിലേക്കുള്ള ആ യാത്ര നോക്കിയാൽ അവിടെ നിങ്ങൾക്കൊരു സ്ഥലം കാണുവാനിടയായി തീരും. ഡോക്ടർ, ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ്? Norseman. നോസ്മാൻ. Yeah. And Norseman is about 200 kilometers from Kalgoorlie. നോസ്മാൻ കാൽഗറിയിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമാണ്. So usually I used to stop in Norseman, and I decided to stop and have a cup of coffee and have a toilet break. ഞാൻ സാധാരണഗതിയിൽ പിന്നെ ആ റൂട്ടിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ നോസ്മാനിൽ നിർത്തിയിട്ട് ഒരു കപ്പ് കോഫിയൊക്കെ കുടിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. So even when I stopped in Norseman after driving 200 kilometers, I still had this discomfort in my chest. ഞാൻ 200 കിലോമീറ്റർ എസ്പെറൻസിൽ നിന്ന് ട്രാവൽ ചെയ്ത് നോസ്മാനിൽ എത്തിയപ്പോഴും അന്നേരവും എനിക്ക് എൻ്റെ ആ ചെസ്റ്റിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, ഒരു ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. I didn't tell Dr. Zunaira anything because she has never driven in Australia before. ഞാൻ ഈ കാര്യങ്ങളൊന്നും ഡോക്ടർ സുനേറയോട് പറഞ്ഞില്ല, കാരണം ഇതിനു മുമ്പേ ആ ഓസ്ട്രേലിയയിലെ അവർ വാഹനം ഓടിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ഇതൊന്നും ഞാൻ അവരുമായി ഷെയർ ചെയ്തില്ല. And also, if you come to Australia, you will know that there is hardly any people on the road, and there are very few small towns in between Esperance and Kalgoorlie. നിങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ളവരോ ആ സ്ഥലത്തെക്കുറിച്ചോ അറിയാവുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, എസ്പെറൻസിൽ നിന്ന് കാൽഗുരിയിലേക്കുള്ള വഴിയിൽ നിങ്ങൾക്ക് ആ റോഡിൽ ആളുകളെ ഒന്നും അങ്ങനെ കാണുവാൻ കഴിയുകയില്ല. ഇടയ്ക്കൊക്കെ ചെറിയ പട്ടണങ്ങൾ മാത്രമേ ആ വഴിയിൽ കാണുവാൻ കഴിയുകയുള്ളൂ. So there are actually more kangaroos on the road than human beings. സത്യത്തില് ആ വഴിയിലെ മനുഷ്യനെക്കാട്ടിലും കൂടുതൽ നമ്മൾ കാണുന്നത് കങ്കാരുക്കളെയാണ്. So when we finished our coffee, I started to drive again. And if you look at the map on the right hand side with the pink line,
you will see that at one stage you have to turn right and there's a big red arrow showing the town Kambalda. നിങ്ങൾ ആ മാപ്പ് നോക്കുകയാണെങ്കിൽ ഒരു പിങ്ക് ലൈൻ ആ മാപ്പിൽ വരച്ചിട്ടുണ്ട്. അതിനകത്ത് റൈറ്റിലേക്ക് തിരിയുന്ന ഒരു ഭാഗത്ത് കമ്പാൽഡ എന്ന് പറയുന്ന ഒരു പട്ടണം നിങ്ങൾക്ക് കാണുവാനിടയായി തീരും. So I actually stopped the car on the side of the road before the turning to Kambalda. ആ കമ്പാൽഡയിലേക്ക് ടേൺ ചെയ്യുന്നതിന് മുമ്പ്, റൈറ്റ് ടേൺ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ആ ഭാഗത്ത് ഞാൻ എൻ്റെ കാറ് റോഡിന്റെ സൈഡിൽ നിർത്തി. And the reason I stopped is I began to feel hot and started to feel sweating. അത് ഞാൻ നിർത്തുവാനുള്ള കാരണം എനിക്ക് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുവാനിടയായി തീർന്നു. ഞാൻ വിശർക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ റോഡിന്റെ സൈഡിലേക്ക് വണ്ടി നിർത്തിയത്. So I thought to myself, this is not right. Something is wrong. Why am I feeling so hot? So I asked Dr. Zinera whether she was feeling hot in the car, and she said no. എനിക്ക് മനസ്സിലായി ഇത് അത്ര നല്ല കാര്യമല്ല, എന്തോ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡോക്ടർ സുനേറയോട് ചോദിച്ചു, ഈ കാറിന്റെ അകത്ത് നിനക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? ആ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് അങ്ങനെ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. Outside it was 36 degrees. വെളിയിൽ 36 ഡിഗ്രി ചൂടുണ്ട് ആ സമയത്ത്. But the car was an air-conditioned car, so it was very cool inside. എന്നാൽ ആ കാർ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന കാറായതുകൊണ്ട് അകത്ത് നല്ല തണുപ്പാണ്. So immediately I understood that there is something very serious that was going on. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയുള്ള കാര്യം നടക്കുകയാണ്. So I got out of the car and I decided to call my wife. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് എൻ്റെ വൈഫിനെ ഫോൺ ചെയ്യുവാൻ തീരുമാനിച്ചു. And I explained to her that I was having discomfort in my chest. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എൻ്റെ ചെസ്റ്റിൽ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവപ്പെടുന്നു. She asked me, do you think you can drive the rest of the distance, about probably close to 80 to 100 kilometers? പിന്നെ ഇനി ബാക്കിയുള്ള ആ ഒരു ഡിസ്റ്റൻസ് നിനക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു. And I said, yes, I think I can drive. Then she said, I will meet you in the emergency department at Kalgoorlie Hospital. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു 80-100 കിലോമീറ്റർ ബാക്കിയുണ്ട് ആ ദൂരം, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ശരി, ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരാം, അവിടെ വേഗത്തിൽ വന്നാട്ട്, കാൽഗുറിൽ ഹോസ്പിറ്റലിൽ വേഗത്തിൽ വന്നാട്ടെന്ന് പറഞ്ഞു. So I got back into the car and I explained to my intern that I was having this discomfort in my chest, and she was really horrified. ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ട് എൻ്റെ ഇന്റേണിനോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ വളരെയധികം ഭയപ്പെടുവാനിടയായി തീർന്നു. So as I started to drive on that road that leads to Kambalda, അങ്ങനെ ഞാൻ കമ്പാൽഡയിലേക്കുള്ള ആ റോഡിൽ പിന്നെയും മുൻപോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ I felt very strongly in my heart that God was telling me I should not drive anymore. I should find the small GP clinic, general practice clinic in Kambalda. അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ദൈവം വളരെ വ്യക്തമായിട്ട് എന്നെ ഹേമിക്കുവാൻ, സംസാരിക്കുവാൻ തുടങ്ങി. നീ ഇനിയും ഡ്രൈവ് ചെയ്യരുത്, കമ്പാൽഡയിലുള്ള ആ ഒരു ജനറൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്ക്, TP ക്ലിനിക്ക്, അവിടെ ചെല്ലണം എന്ന് വളരെ വലിയൊരു ബേർഡൻ, ഒരു ദൈവശബ്ദം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. And I managed to find the small health clinic in Kambalda called the Kambalda Health Center. ഞാൻ കമ്പാൽഡയിലുള്ള ചെറിയ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. ആ ഹെൽത്ത് സെന്റർ കണ്ടുപിടിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ അവിടെ എത്തി. And normally there are 2 doctors who work in that clinic. സാധാരണഗതിയിൽ ആ ക്ലിനിക്കിൽ അപ്പോൾ 2 ഡോക്ടർമാർ സ്വാഭാവികമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമാണ്. You can see in the maroon t-shirt Dr. Rao, and in the shirt is Dr. Chris. ഡോക്ടർ റാവു മറൂൺ ടീഷർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തി ഡോക്ടർ റാവു ആണ്. അതുപോലെ ഡോക്ടർ ക്രിസ് ആണ് മറ്റൊരാൾ എന്നോട് കൂടെ ആ ഫോട്ടോയിൽ നിൽക്കുന്നത്. And on that day, Dr. Chris was not there. He was in Perth, and Dr. Rao had actually gone to have lunch because it was, by the time it was afternoon when I reached there. എന്നാൽ ഞങ്ങൾ ആ ചെന്ന ദിവസം ഡോക്ടർ റാവു ലഞ്ചിന് പോയിരിക്കുകയായിരുന്നു, ഡോക്ടർ ക്രിസ് പെർത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. So I got into the clinic and I met the nurse and I said, I'm Dr. George. I'm having a bit of discomfort in my chest. Can we please do an ECG? They all knew me because I'm the consultant who works at the big hospital, and they refer their patients to me. ഞാൻ ആ ക്ലിനിക്കിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള നേഴ്സിനോട് പറഞ്ഞു, ഞാൻ ഡോക്ടർ ജോർജ് ആണ്, എനിക്കൊരു നെഞ്ചിലൊരു ഡിസ്കംഫർട്ട് ഉണ്ട്, ഒരു ECG എടുക്കണം. അവർക്കെല്ലാം എന്നെ അറിയാമായിരുന്നു, കാരണം ഞാൻ കാൽഗുറിലെ ആ വലിയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ആണ്. അതുകൊണ്ട് പിന്നെ അവരൊക്കെ അവരുടെ പേഷ്യൻസിനെ കാൽഗുറിയിലുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാമായിരുന്നു.
So she said, no problem, Dr. George, come in, we will do an ECG. And I asked her to call Dr. Rao from his lunch. പെട്ടെന്ന് തന്നെ നേഴ്സ് എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്കൊന്ന് ECG എടുക്കാം. വേഗത്തിൽ തന്നെ അവർ ഡോക്ടർ റാവുവിനെ ലഞ്ചിന് പോയ ഡോക്ടർ റാവുവിനെ വിളിച്ചു വരുത്തുവാൻ ഇടയായി തീർന്നു. So we did the ECG and then they gave me the ECG to read. അവര് ആ ECG എടുത്തിട്ട് ആ ECG എന്റെ കയ്യിൽ തന്നെ തന്നു, അത് നോക്കുവാൻ, അത് വായിക്കുവാൻ. Because there was nobody else and this is what I do every day in my practice. ഇത് അവിടെ മറ്റാരും ഇല്ല ആ സമയത്ത്, കാരണം ECG എടുത്തപ്പോൾ ഡോക്ടേഴ്സ് ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ECG എന്റെ കയ്യിൽ തന്നെ തന്നു. And I put the ECG, some of you may be doctors or nurses, but this ECG showed that I was having a heart attack. ഞാൻ ആ ECG എന്റെ കയ്യിൽ വെച്ചു. നിങ്ങളിൽ ചില ഡോക്ടർമാരോ നേഴ്സുമാരോ ആകാം. ഈ ECG കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയാണ്. And it was in the inferior wall of my heart, the base of my heart. എന്റെ ഹൃദയത്തിന്റെ ഇൻഫീരിയർ, അകത്തെ ഭിത്തിയിൽ, അതിന്റെ ബേസ് ഭാഗത്താണ് ഇതുണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. And when I saw it, I said, oh my God, I'm having a heart attack. Please call Dr. Rao. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എന്റെ ദൈവമേ, എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയാണല്ലോ, വേഗത്തിൽ തന്നെ ഡോക്ടർ റാവുവിനെ വിളിക്കുക. And Dr. Rao came from his lunch. ഡോക്ടർ റാവു പെട്ടെന്ന് തന്നെ തന്റെ ലഞ്ച് കഴിക്കാൻ പോയെടുത്തുനിന്ന് വേഗത്തിൽ മടങ്ങി വന്നു. And he said, Sean, let me see the ECG. And I showed it to him. ഞാൻ പെട്ടെന്ന് ഡോക്ടർ റാവു വന്നിട്ട് പറഞ്ഞു, ഷോൺ, എനിക്ക് ആ ECG പെട്ടെന്ന് കാണിക്കുക. ഞാൻ വേഗത്തിൽ ആ ECG അദ്ദേഹത്തെ കാണിച്ചു. And he said, Sean, you're only 39 years old. I think we need to repeat the ECG. I don't think you're having a heart attack. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 39 വയസ്സ് മാത്രമേ ഉള്ളല്ലോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നമുക്ക് ഒരു പ്രാവശ്യം കൂടി ECG എടുത്ത് നോക്കാം. And so he asked me to walk into the next room, and I'm showing you that room, which is at the bottom left of your screen. I'm sitting on the bed there. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ബോട്ടം ലെഫ്റ്റില് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ ഒരു ബെഡിലിരിക്കുന്ന പിക്ചർ ഉണ്ടല്ലോ, ആ റൂം, ആ ECG റൂമിലേക്ക് ഞാൻ നടന്നു പോകുവാനിടയായി തീർന്നു. And I lay down on the bed, and before they could take another ECG, something happened. ഞാൻ ആ കട്ടിൽ കിടന്നു. അടുത്ത ECG എടുക്കുന്നതിന് മുമ്പ് എന്തോ അവിടെ സംഭവിച്ചു. I just want to stop for a minute and explain a few things in the room. ഞാൻ ഒരു കാര്യം ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് ആ റൂമിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോടൊന്ന് വിശദീകരിച്ചു തരണം, എക്സ്പ്ലെയിൻ ചെയ്തു തരണം. Can you see the trolley with the red cupboards? That is the resuscitation trolley. നിങ്ങൾ ആ റൂമിൽ ഒരു റെഡ് കളറിലുള്ള കബോർഡ്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ട്രോളി കണ്ടില്ലേ? അതിനെ റീഅസറ്റേഷൻ ട്രോളി എന്നാണ് പറയുന്നത്. അതായത് all the emergency drugs are kept inside that trolley. അതുകൊണ്ട് ആ ട്രോളിക്ക് അകത്താണ് എമർജൻസി ആയിട്ടുള്ള എല്ലാ മരുന്നുകളും വെച്ചിരിക്കുന്നത്. And on top of the trolley you can see a machine. ആ ട്രോളിയുടെ മുകളിൽ നിങ്ങൾക്കൊരു മെഷീൻ കാണുവാനിടയായി തീരും. And that machine is called a defibrillator. ആ മെഷീന് ഡീഫിബ്രിലേറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. What that machine does? ആ മെഷീൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? It provides electrical shocks to restart the heart. ആ മെഷീൻ പിന്നെ ഹാർട്ടിനെ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ ഷോക്ക് തരുന്ന ഒരു മെഷീനാണ്. Now you need to understand what a heart attack means. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? So when somebody has a heart attack, ആർക്കെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ the artery that supplies that particular wall of the heart is completely blocked. നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് രക്തം കൊണ്ടുവരുന്ന ആ ഭാഗത്തേക്കുള്ള ആർട്ടറി ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. So there is no blood going to that muscle of the heart. ആ ഹാർട്ടിന്റെ ആ മസിൽ ഭാഗത്തേക്ക് ബ്ലഡ് ചെല്ലുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. And that's why you have pain. അതുകൊണ്ടാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. Your heart is still beating. നിങ്ങളുടെ ഹൃദയം അപ്പോഴും ഇടിക്കുന്നുണ്ട്. And blood is still being pumped out of your heart to different parts of the body. നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് ബ്ലഡ് അപ്പോഴും ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But the pump is not working well because one part is not pumping. അപ്പോൾ ആ ഹൃദയത്തിന്റെ ഒരു ഭാഗം പ്രശ്നമുള്ളത് കൊണ്ട് ആ ഭാഗം പമ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഹൃദയം പമ്പ് ചെയ്യുന്നത് നേരായ രീതിയിലല്ല. But you are still alive. എന്നാൽ അപ്പോഴും നിങ്ങൾ ജീവനോട് കൂടി ഇരിക്കുന്നു. You still have a pulse and blood pressure. നിങ്ങൾക്ക് അപ്പോഴും ബ്ലഡ് പ്രഷർ ഉണ്ട്, പൾസ് ഉണ്ട്. And you're still breathing. And you അപ്പോഴും can നിങ്ങൾക്ക് talk. ശ്വസിക്കുവാനും സംസാരിക്കാനും കഴിയും.
The only thing is you are very, very uncomfortable because you have chest pain. നിങ്ങൾക്ക് വളരെ ആ സമയത്ത് അൺകംഫർട്ട് ഉണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, കാരണം നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ ആ സമയത്ത് ഉണ്ടാകുന്നു. So when I lay down on that bed, I had severe chest pain. That was the first time I was having severe chest pain. ആ കട്ടിലിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് അതികഠിനമാകുന്ന നെഞ്ചുവേദനയുണ്ടായി. അതാണ് ആദ്യമായിട്ട് ആ സമയത്ത് നെഞ്ചുവേദന അത്ര കഠിനമായിട്ട് വരുന്നത്. I told Dr. Rao, please give me something for the pain. ഞാൻ ഡോക്ടർ റാവുവിനോട് പറഞ്ഞു, വേദനയ്ക്കുള്ള എന്തെങ്കിലും ഒരു മരുന്ന് എനിക്ക് തരിക. They had connected me to the machine. അവർ എന്നെ മെഷീനുമായിട്ട് കണക്ട് ചെയ്തു. And I could see that my blood pressure and my pulse had started to go up very high. ഞാൻ പെട്ടെന്ന് കണ്ട് എൻ്റെ ബ്ലഡ് പ്രഷറും എൻ്റെ പൾസും വളരെ വേഗത്തിൽ മുകളിലേക്ക് പോകുന്നത് ഞാൻ മെഷീനിൽ കാണുവാനിടയായി തീർന്നു. And then all of a sudden, my heartbeat stopped. എന്നാൽ പെട്ടെന്ന് ഞാൻ കാണുന്നു എൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നിരിക്കുന്നു. So I couldn't see that. I'm telling you now the story that I was told by the doctors who were around there. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ചുറ്റും നിന്ന് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. I went into what we call as cardiac arrest. ഞാൻ കാർഡിയാക് അറസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ആ അനുഭവത്തിലേക്ക് കടന്നുപോയി. So the difference between a heart attack and cardiac arrest you need to understand. നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. So I mentioned to you that a heart attack is when one wall of the heart is not getting any blood. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ആ പേശികളിൽ, ആ മസിൽസിൽ ബ്ലഡ് എത്താതെ വരുമ്പോഴുള്ള അനുഭവമാണ്. But the heart may be still pumping even though it may be weak. ആ ഹാർട്ട് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോഴും അത് പമ്പ് ചെയ്യുന്നുണ്ട്. And blood is going to other areas of your body. ബ്ലഡ് ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് ആ സമയത്ത് പോകുന്നുണ്ട്. But when you have a cardiac arrest, എന്നാൽ നിങ്ങൾക്കൊരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ the heart stops pumping. നിങ്ങളുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നത് നിർത്തുന്നു. There is no blood going anywhere in your body. നിങ്ങളുടെ ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ബ്ലഡ് പിന്നെ പോകുകയില്ല. There is no pulse. നിങ്ങൾക്ക് പൾസ് ഉണ്ടാകുകയില്ല. There is no blood pressure. നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാകുകയില്ല. You cannot breathe anymore. You stop breathing. You are clinically dead. നിങ്ങൾക്ക് ശ്വസിക്കുവാൻ കഴിയില്ല. നിങ്ങൾ ക്ലിനിക്കലി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. So that is what happened to me all of a sudden when I was lying there in that bed. അതാണ് എനിക്ക് സംഭവിച്ചത്. പെട്ടെന്ന് ഞാൻ ആ കട്ടിലിൽ കിടക്കുമ്പോൾ എനിക്കൊരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. എൻ്റെ ഈ ഫങ്ഷൻസ് എല്ലാം ഇല്ലാതായി. Immediately, Dr. Rao and my intern who was there and the nursing staff, they started to do what we call as CPR. പെട്ടെന്ന് തന്നെ ഡോക്ടർ റാവുവും അവിടെയുള്ള നേഴ്സും എൻ്റെ ഇന്റേൺ ആകുന്ന ഡോക്ടറും പെട്ടെന്ന് നമ്മൾ CPR എന്ന് വിളിക്കുന്ന ആ പ്രോസസ്സ് എൻ്റെ മേൽ ചെയ്യുവാനിടയായി തീർന്നു. So they started to jump and compress my chest. അവർ വളരെ ശക്തിയെടുത്ത് എൻ്റെ നെഞ്ചിനെ അമർത്തുവാൻ അതിനെ പിന്നെ CPR കൊടുക്കുവാനിടയായി തീർന്നു. And the idea behind that is to try and pump blood to the rest of the organs because the heart is not working. ഹാർട്ട് ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഹാർട്ടിനെ കൊണ്ട് പമ്പ് ചെയ്യിച്ച്, കൈകൊണ്ട് അമക്കിയാണെങ്കിലും പമ്പ് ചെയ്യിച്ച് ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. And the hope is that they can restart the heart. അവർക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്, ആ ഹാർട്ടിനെ അവർക്ക് റീസ്റ്റാർട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. Hello, can you hear me? Yeah, we can hear you, sir. കേൾക്കാം. Okay. I think there was some problem with the internet. Did you finish translating that? Yeah, I finished. Everything is okay here. We can. Okay. So what happened next is that I want to stop the story there to tell you what was happening with Dr. Sherry, my wife, in Kalgoorlie. ഞാൻ ഈ കാര്യം ഇവിടെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ വൈഫ് ഡോക്ടർ ഷെറി കാൽഗുറിയിലായിരിക്കുന്നു. ഡോക്ടർ ഷെറിയുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ എന്ത് സംഭവിക്കുകയാണെന്ന് നിങ്ങളോട് ഒരു നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നു. I told you that I had spoken to her on the phone. ഞാൻ പറഞ്ഞു I was going to travel to Kalgoorlie. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഞാൻ കാൽഗുറിയിലേക്ക് വരികയാണെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു. ആ കാര്യങ്ങൾ ഞാൻ നേരത്തെ മുമ്പിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. After some time, she called me to find out how I'm doing and whether I'm reaching Kalgoorlie. അല്പസമയങ്ങൾക്ക് ശേഷം പിന്നെയും എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ കാൽഗുറിയിലേക്ക് വരികയാണോ, ഇപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാനിടയായി തീർന്നു. And
much to her surprise, I told her I am in the Cambalda clinic and I've had a heart attack and I'm waiting for Dr. Rao to come. ഞാൻ അപ്പോൾ കോൾ വരുമ്പോൾ ഞാൻ കബാൽഡായിലുള്ള ആ ക്ലിനിക്കിലാണ്. ഞാൻ എൻ്റെ ഭാര്യയെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ ക്ലിനിക്കിലായിരിക്കുന്നു, എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. And I told Sherry, don't come to Cambalda. They will bring me by ambulance to Kalgoorlie. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ കബാൽഡയിലേക്ക് വരരുത്, അവരെന്നെ ആംബുലൻസിൽ കാൽഗുഡിയിലേക്ക് കൊണ്ടുവരും. And the next phone call that she got was to tell her that Sean, your husband, has gone into cardiac arrest. അടുത്ത ഫോൺ കോള് എൻ്റെ വൈഫിന് കിട്ടുന്നത് ഇതാ കബാൽഡയിൽ നിന്ന് ക്ലിനിക്കിൽ നിന്ന് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഹസ്ബൻഡിന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. Immediately, along with the physician who works in Kalgoorlie and my registrar, they started to with my wife, they started to drive to Cambalda. പെട്ടെന്ന് തന്നെ എൻ്റെ ഭാര്യയും ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ രജിസ്ട്രാറും അവിടുത്തെ ഫിസിഷ്യനും അവരൊന്നിച്ച് കാൽഗുഡിയിൽ നിന്ന് കബാൽഡയിലേക്ക് വണ്ടി ഓടിച്ചു വരുവാനിടയായി തുടർന്നു. And it takes about 45 minutes to 1 hour to drive and come there. 45 മുതൽ 1 മണിക്കൂർ വരെ എടുക്കും കാൽഗുഡിയിൽ നിന്ന് കബാൽഡയിൽ എത്തുവാൻ. The medical director of Kalgoorlie Hospital, hearing about what has happened to me, he asked the emergency physicians also to drive to Cambalda. ആ കാൽഗുഡിയിൽ ഹോസ്പിറ്റലിലെ അവിടുത്തെ ഹെഡായിട്ടുള്ള ആള് അവിടുത്തെ ഫിസിഷ്യനോട്, അവിടുത്തെ മെയിൻ ഫിസിഷ്യനോട് പറഞ്ഞു, വേഗത്തിൽ തന്നെ കബാൽഡയിലേക്ക് പോകുവാൻ, ഡ്രൈവ് ചെയ്ത് പോകുവാൻ ആവശ്യപ്പെടുവാൻ ഇടയായി തീർന്നു. So my wife was in the car and the physician who was working with me, he was on the phone with my intern trying to find out how the CPR is going on. എൻ്റെ വൈഫ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ആ വാഹനത്തിലുള്ള ഫിസിഷ്യന് എൻ്റെ ഇന്റേണുമായിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. CPR കൊടുക്കുമ്പോൾ അത് എത്ര ഫലവത്താണ്, എങ്ങനെ പ്രോഗ്രസ് ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. And Sherry was hearing all this sitting in the car. ഷെറി ഈ കാര്യങ്ങളെല്ലാം കാറിൽ ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. And she heard, okay, that this is going on. കേൾക്കുവാനിടയായി തീർന്നു, അത് അങ്ങനെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. So now let me come back to the Cambalda clinic. കമ്പാൽഡ ക്ലിനിക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. So I went into cardiac arrest and they started to do the CPR, trying to compress my chest. കമ്പാൽഡയിലുള്ള ക്ലിനിക്കിൽ ഞാൻ കാർഡിയാക് അറസ്റ്റിലായി. അവര് എൻ്റെ മേൽ CPR അപ്ലൈ ചെയ്യുവാൻ, CPR തരുവാൻ തുടങ്ങി. And they connected me to the defibrillator machine. അവരെന്നെ ഡിഫിബ്രിലേറ്റർ മെഷീനുമായിട്ട് കണക്ട് ചെയ്തു. And they discovered that I was in a particular rhythm called ventricular fibrillation. ഞാൻ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക റിതത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി, എൻ്റെ ഹാർട്ട് ബീറ്റ് നടക്കുന്നത്. I just want to explain in very simple way what ventricular fibrillation means. ഞാൻ വളരെ ലളിതമായിട്ട് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. So before I told you, the heart is supposed to pump the blood to the different parts of the body. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാർട്ട്, ഹൃദയം, ശരീരത്തിന്റെ വിവിധ ഭാഗത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുക എന്ന ജോലിയാണ് ചെയ്യേണ്ടത്. But when there is ventricular fibrillation, എന്നാൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടായി കഴിയുമ്പോൾ, instead of pumping or contracting, it is shivering. ആ പമ്പിങ് നടക്കുന്നതിന് പകരം ഹാർട്ട് ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കും, വിറച്ചുകൊണ്ടിരിക്കും. And no blood is going anywhere. You are clinically dead. ബ്ലഡ് പിന്നെ എങ്ങോട്ടും പോകത്തില്ല, നിങ്ങൾ ക്ലിനിക്കലി നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. And that is one of the situations where you can give the shock to the heart in the hope that the heart will stop shivering and start to contract again. ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഹാർട്ടിനൊരു ഷോക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഷിവറിങ് നിൽക്കുകയും പിന്നെയും ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുവാൻ, ഫങ്ഷൻ ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്യും. You also need to understand that because there is no blood going to your brain, within 3 minutes, if your heart is not restarted, your brain begins to die. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നിങ്ങളുടെ ഹാർട്ട് നിന്നുപോയി, ബ്ലഡ് സർക്കുലേഷൻ നിന്നുപോയി 3 മിനിറ്റിനകം നിങ്ങളുടെ ഹാർട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിലേക്കുള്ള, തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും ബ്രെയിൻ സെൽസ്, ബ്രെയിൻ മരിക്കുവാൻ തുടങ്ങും. And within 20 minutes, the brain is irreversibly dead. 20 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മടങ്ങി വരാത്ത വണ്ണം ബ്രെയിൻ സെൽസ് മരിക്കുവാനിടയായി തീരും.
And as you know, without the brain, you cannot breathe, you cannot do anything. നിങ്ങൾക്കറിയാമല്ലോ, തലച്ചോറിന്റെ സഹായമില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വസിക്കുവാനോ മറ്റൊന്നും ചെയ്യുവാനോ കഴിയുകയില്ല. And so generally, you give 2 or 3 shocks, and if the heart does not come back, the prognosis is very, very bad. നിങ്ങൾക്ക് അറിയാമല്ലോ, 2 or 3 പ്രാവശ്യം ഷോക്ക് എടുത്തു കഴിഞ്ഞ ശേഷവും അതിന്റെ റിസൾട്ട് നിങ്ങളുടെ ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് വളരെ മോശകരമായ ഒരു സിറ്റുവേഷൻ ആണ്. Now I'm going to show you the real log which is printed from the machine, which shows you the shocks that I was given. ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ മെഷീനിൽ നിന്നുള്ള ആ ഒരു റെക്കോർഡ്സ് ആണ്. ഷോക്ക് കൊടുത്ത ശേഷം എന്താണ് അവിടെ ആ റിപ്പോർട്ടിൽ വന്നത് എന്നുള്ളത്. So you can see here that the machine had advised that the shock should be given at 1:43 in the afternoon. നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കാണുവാൻ കഴിയും, 1 മണി കഴിഞ്ഞ് 43 ആയപ്പോൾ മെഷീൻ അഡ്വൈസ് ചെയ്യുന്നു, ഷോക്ക് കൊടുക്കുവാൻ മെഷീൻ അഡ്വൈസ് ചെയ്യുന്നു. And the first shock was given at 1:44. 1 മണി 44 ആയപ്പോൾ ആദ്യത്തെ ഷോക്ക് കൊടുക്കുന്നു. And just be aware that after each shock, you're supposed to do 2 minutes of chest compression. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ഷോക്ക് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 2 മിനിറ്റ് നിങ്ങൾ നെഞ്ച് അമർത്തണം, അല്ലെങ്കിൽ CPR പോലെ കൊടുക്കണം. And then only you check the machine again whether it is advising the shock. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് മെഷീനിൽ നോക്കുവാൻ കഴിയുകയുള്ളൂ മെഷീൻ അടുത്തൊരു ഷോക്ക് കൂടെ കൊടുക്കുവാൻ അഡ്വൈസ് ചെയ്യുന്നു എന്നുള്ളത്. And you can see that I was given shock number 2, shock number 3, shock number 4, 5, 6, 7, 8, 9, 10, 11, 12, 13 shocks over a period of 48 minutes. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും 48 മിനിറ്റിനകമായിട്ട് 13 പ്രാവശ്യം ഷോക്ക് എനിക്ക് തരുവാനിടയായി തീർന്നു. And in between all this, remember they're doing 2 minutes of CPR. ഇതിന്റെ എല്ലാം ഇടയിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ 2 മിനിറ്റ് അവർ CPR തന്നുകൊണ്ടിരിക്കുകയാണ്. And if you look at where I've put the arrow, that is the last shock that was given. നിങ്ങൾ ആ ചാർട്ടിൽ നോക്കിയാൽ ഒരു ആരോ ഇട്ടിരിക്കുന്ന ഭാഗം കണ്ടില്ലേ, അവിടെയാണ് ഏറ്റവും അവസാനമായിട്ട് എനിക്ക് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഷോക്ക് തരുന്നത്. And the reason why they didn't give any more shock, അതിനുശേഷം അവരെനിക്ക് ഒരു ഷോക്കും തന്നില്ല. ഇതിന്റെ കാരണം, because the machine said now there is no shock advised. അതിനുശേഷം മെഷീൻ പറഞ്ഞു ഇനിയും ഒരു ഷോക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് ഇല്ല എന്ന് പറഞ്ഞു. And the reason is, from ventricular fibrillation, I went into complete flat line. അതിന്റെ കാരണം വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു നേർരേഖ, ഒരു ഫ്ലാറ്റ് ലൈനിലേക്ക് പോകുവാനിടയായി തീർന്നു. And I'm sure that you have seen on the TV and the movies, when they want to show somebody is dead, they show you the flat line on the ECG monitor. നിങ്ങൾക്കറിയാം, ഒരു പക്ഷേ ടിവിയിലോ വീഡിയോകളിലോ മൂവിയിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും മരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി സാധാരണ കാണിക്കുന്ന ഒരു സീനാണ്. ആ മോണിറ്ററിന്റെ അകത്ത് ആ ഫ്ലാറ്റ് ലൈൻ ആയിട്ട് മാറുന്നു, നേർരേഖയായിട്ട് മാറുന്നു. അതാണ് മരിച്ചു എന്നുള്ളതിന്റെ തെളിവ്. That is called asystole. അതിന് asystolic എന്നാണ് പറയുന്നത്. And there is no meaning in giving any more shock because it will not work. ഇനിയും ഷോക്ക് കൊടുത്തിട്ട് ഒരർത്ഥവുമില്ല, കാരണം അത് വർക്ക് ചെയ്യത്തില്ല, അത് പ്രവർത്തിക്കത്തില്ല. The only thing you can do is to keep compressing the chest. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ആ ഹൃദയത്തെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അമർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. In the hope that somehow the heart will start again. എങ്ങനെങ്കിലും ഹൃദയം പിന്നെയും വർക്ക് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പിന്നെയും CPR കൊടുത്തുകൊണ്ടിരിക്കുക. So I want to stop again the story in the clinic there and go back to my wife who's traveling in the car. ഞാൻ ഈ കഥ ഇവിടെ നിർത്തിയിട്ട് പിന്നെയും കാൽക്കുറയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. So she heard on the phone, half an hour is over and his heart has not come back. എൻ്റെ ഭാര്യ കേൾക്കുവാനിടയായി തീർന്നു, 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും ഹൃദയം ഇടിച്ചു തുടങ്ങിയിട്ടില്ല. 45 minutes is over, nothing is happening. 45 മിനിറ്റ് ആയിരിക്കുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. So in her mind, she thought, that's it, Sean is dead, I'm going to collect a dead body. എൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, അതെ, അത് തന്നെ സംഭവിച്ചിരിക്കുന്നു,
ഷോൺ മരിച്ചിരിക്കുന്നു, ഞാൻ ഡെഡ് ബോഡി സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. She immediately messaged her father, Mr. Jacob, in Dubai. പെട്ടെന്ന് തന്നെ ദുബൈയിലുള്ള ഡോക്ടർ ഷെറിന്റെ ഫാദർ ജേക്കബിന് ഫോൺ ചെയ്തു, മെസ്സേജ് ഇട്ടു. And he called her immediately and she told him what was happening. പെട്ടെന്ന് തന്നെ ദുബൈയിൽ നിന്ന് അച്ഛനാകുന്ന ജേക്കബ് കോൾ ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. And of course, he was very upset. Sherry was also very upset. They were both crying on the phone. അവർ രണ്ടുപേരും വളരെ സങ്കടത്തിലായി, രണ്ടുപേരും ഫോണിൽ കൂടെ കരയുകയായിരുന്നു. But her father told her, Mole, I know that you are a doctor, but God can do a miracle. You go there and you pray. എന്നാൽ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ആ ഫാദർ പറഞ്ഞു, മോളെ എനിക്കറിയാം നീ ഒരു ഡോക്ടറാണ്, പക്ഷേ നീ ചെല്ലുക, നീ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. God can do the impossible. ദൈവത്തിന് അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ കഴിയും. So by the time Sherry reached the clinic, it was more than 1 hour. ഡോക്ടർ ഷെറി ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും ഏകദേശം 1 മണിക്കൂറായിരിക്കുന്നു. And still my heart had not come back. അപ്പോഴും എൻ്റെ ഹൃദയം അതുപോലെ തന്നെ അത് മിടിച്ചു തുടങ്ങിയിട്ടില്ല. I was still clinically dead. ഞാൻ അപ്പോഴും ക്ലിനിക്കലി മരിച്ചു കിടക്കുകയാണ്. So before my wife arrived there, the other emergency physicians from Calgary Hospital had already come to the clinic. ഞാൻ എൻ്റെ വൈഫ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കാൽഗുറിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട മറ്റ് എമർജൻസി ഫിസിഷ്യൻസ് എല്ലാം കബാൽഡയിലുള്ള ക്ലിനിക്കിൽ എത്തിച്ചേർന്നിരുന്നു. And there was a Dr. Steve Dungy, who was a very experienced emergency physician who took over the whole resuscitation. പിന്നെ കാൽഗുഡിയിൽ നിന്ന് വന്ന ഡോക്ടർ സ്റ്റീവ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹം ആ ഒരു ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ മേൽനോട്ടം ഏറ്റെടുക്കുവാനിടയായി തീർന്നു. And when he saw that I had been dead for more than 1 hour, അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇതാ 1 മണിക്കൂറായി ഞാൻ മരിച്ചു കിടക്കുന്നു. And they had done everything that they can. They had given me 13 shocks and more than 1 hour of chest compressions, probably more than 6,000 chest compressions. ആ ഡോക്ടർക്ക് മനസ്സിലായി ഇതാ 13 പ്രാവശ്യം ഷോക്ക് കൊടുത്തിരിക്കുന്നു, ഒരു പക്ഷേ 6000-ഓളം ചെസ്റ്റ് കംപ്രഷൻസ്, 6000 പ്രാവശ്യം എന്റെ ഹൃദയത്തെ അമർത്തിയിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ, because if you do CPR properly, you're supposed to do 100 to 120 per minute. നിങ്ങൾ സാധാരണയായിട്ട് CPR ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിൽ 100 മുതൽ 120 CPR ആണ് സാധാരണ കൊടുക്കാറുള്ളത്. So you can imagine how many times they compressed my chest and still my heart had not come back. നിങ്ങൾക്ക് മനസ്സിലാകും എത്ര പ്രാവശ്യം 1 മണിക്കൂറിനുള്ളിൽ അവരെന്റെ ചെസ്റ്റിനെ അമർത്തിയിട്ടുണ്ട്, CPR തന്നിട്ടുണ്ട്, പക്ഷെ അപ്പോഴും എന്റെ ഹൃദയം തിരിച്ചു വന്നില്ല. So Dr. Steve said, look, you have tried everything. I know that Sean is our own colleague, but now we must stop because he's not going to come back. അപ്പോൾ ഡോക്ടർ സ്റ്റീവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന്. ഡോക്ടർ ഷോൺ നമ്മുടെ കൊളീഗാണ്, പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നത് എനിക്കറിയാം, ഇനി അവൻ തിരിച്ചു വരികയില്ല. So he told them we need to stop all the CPR. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇനി CPR ഒക്കെ ചെയ്യുന്നത് നിർത്താം. സ്തോത്രം. Dr. Zunera, my intern, was very upset. ഡോക്ടർ സുനേറ എന്റെ ഇന്റേൺ വളരെ ദുഃഖിതയായിരുന്നു. And she said, Sean's wife Sherry is on the way. Can we not continue until she comes? ഡോക്ടർ ഷെറിൻ ഓൺ ദ വേയിലാണ്. ഡോക്ടർ ഷോണിന്റെ വൈഫ് വരുന്നിടം വരെ എന്തുകൊണ്ട് നമുക്ക് ഈ CPR തുടർന്ന് കൂടാ എന്ന് എന്റെ ഇന്റേൺ ചോദിക്കുവാനിടയായി തീർന്നു. So Dr. Steve agreed that they will do another 2 cycles of CPR. അതുകൊണ്ട് ഡോക്ടർ സ്റ്റീവ് പറഞ്ഞു, ഓക്കെ നമുക്ക് 2 സൈക്കിൾ CPR കൂടെ കണ്ടിന്യൂ ചെയ്യാം. And they did the 2 cycles and there was no response at all. 2 സൈക്കിൾ CPR പിന്നെയും കൊടുത്തു, അപ്പോഴും റെസ്പോൺസ് ഒന്നുമില്ല. And they stopped the whole CPR. എന്നിട്ട് അവർ ആ CPR മുഴുവൻ നിർത്തി. A few minutes later, Sherry arrived in the clinic. ചില മിനിറ്റുകൾക്കകം ഷെറി ക്ലിനിക്കിലേക്ക് വന്നു. Dr. Steve Dungy came out and he said, Sherry, I'm so sorry. Sean is gone. You can go in and say goodbye. ഡോക്ടർ സ്റ്റീവ് എൻ്റെ വൈഫ് ഷെറിയോട് പറഞ്ഞു, ഐ എം സോറി, എനിക്ക് ക്ഷമിക്കണം, ഒന്നും നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല, ഡോക്ടർ ഷോൺ കടന്നുപോയിരിക്കുന്നു, നിനക്ക് ചെന്നിട്ട് ഗുഡ് ബൈ പറയാം. She came into the room. She was very upset. She saw everybody was standing back and the heart monitor was just a flat line.
ഡോക്ടർ ഷെറി റൂമിൽ വന്നു. എല്ലാവരും പുറകിലേക്ക് മാറി നിൽക്കുന്നു, ആരും ഒന്നും ചെയ്യുന്നില്ല. സ്ക്രീനിൽ ഒരു ഫ്ലാറ്റ് ലൈൻ മാത്രം. She held my hand and it was cold as ice. എൻ്റെ കൈ പിടിച്ചപ്പോൾ ആ കൈ ഐസ് പോലെ തണുത്തിരുന്നു. And my body was completely white because I was dead for almost an hour and 25 minutes. എൻ്റെ ശരീരം 1 മണിക്കൂർ 25 മിനിറ്റ് ആയിട്ട് മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ വെളുത്തു പോയിരുന്നു, അല്ലെങ്കിൽ പെയിലായി പോയിരുന്നു. She held my hand and she said a very simple prayer in her heart. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു പ്രാർത്ഥന എൻ്റെ ഭാര്യ ഹൃദയത്തിൽ പറഞ്ഞു. She said, Lord, Sean is only 39. എൻ്റെ ഭാര്യ പറഞ്ഞു, കർത്താവേ, ഷോണിന് 39 വയസ്സ് മാത്രമേ ഉള്ളൂ. I am only 38 and we have a 10-year-old boy. I need a miracle. എനിക്ക് 38 വയസ്സേ ഉള്ളൂ, എൻ്റെ മകന് 10 വയസ്സേ ഉള്ളൂ, എനിക്കൊരു അത്ഭുതം വേണം. Immediately when she said that, beep, 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 my heartbeat came back on the monitor. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ അത് പറഞ്ഞപ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് ആരംഭിച്ചു. മോണിറ്ററിൽ ഹാർട്ട് ബീറ്റ് കാണിച്ചു. ആ ബീപ്പ് സൗണ്ട് കേൾക്കുവാൻ തുടങ്ങിയ തീർന്നു. സ്തോത്രം. People were confused and they said, Sherry, move, his heartbeat has come back. ആളുകൾ കൺഫ്യൂസ്ഡ് ആയി. അവർ പറഞ്ഞു, ഷെറി മാറി നിൽക്ക്, അവന്റെ ഹാർട്ട് ബീറ്റ് ഇതാ മടങ്ങി വന്നിരിക്കുന്നു. I was still deeply unconscious. ഞാൻ എപ്പോഴും നല്ലവണ്ണം ബോധം കെട്ട് കിടക്കുകയാണ്. And my pulse was very low and blood pressure was not recordable. എൻ്റെ ബ്ലഡ് പ്രഷർ റെക്കോർഡ് ചെയ്യുവാനുള്ള അളവിലില്ല. എൻ്റെ പൾസ് വളരെ ചെറുതായിട്ട് മാത്രം കിട്ടുന്നു. But my heartbeat had come back. എന്നാൽ എൻ്റെ ഹാർട്ട് ബീറ്റ് തിരിച്ചു വന്നു. So they started to work on me again. അവർ പിന്നെയും എന്നിൽ അവരുടെ ശുശ്രൂഷകൾ അവർ ചെയ്യുവാൻ തുടങ്ങി. Brothers and sisters, I just want to show you a timeline of the events. ഞാൻ ഈ സംഭവങ്ങളുടെ ഒരു ടൈം ലൈൻ, അത് സംഭവിച്ച സമയം നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. I left from Esperance at 9:30 in the morning and I got to the clinic in Cambalda at 13:25. ഞാൻ 9:30 എസ്പെറൻസിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കമ്പാൽഡയിലുള്ള ക്ലിനിക്കിൽ 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ എത്തുവാനിടയായി തീർന്നു. At 13:34, the first ECG was done when I diagnosed my own heart attack. 1 മണിക്കൂർ 34 മിനിറ്റ് ആയപ്പോൾ ആദ്യത്തെ ECG എടുത്തു. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഡയഗ്നോസ് ചെയ്തു, ഞാൻ തന്നെ കണ്ടെത്തി എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. And at 13:42, almost 8 minutes later, I was clinically dead and in cardiac arrest. 8 മിനിറ്റിന് ശേഷം 1 മണിക്കൂർ 42 മിനിറ്റ് ആയപ്പോൾ എനിക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു. ക്ലിനിക്കലി ഞാൻ മരിച്ചിരിക്കുന്നു. 1 മണി 42 മിനിറ്റ്, 8 മിനിറ്റുകൾക്ക് ശേഷം. And the first shock was given at 13:44. ആദ്യത്തെ ഷോക്ക് 1 മണി 44 മിനിറ്റിൽ നൽകി. And the last shock, 13th shock, was given at 14:30. 48 minutes and 13 shocks. 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയപ്പോൾ 13ാമത്തെ ഷോക്ക് നൽകി. 48 മിനിറ്റിന്റെ ഇടവേളയിലുള്ള ഷോക്കുകൾ. And then they only did the chest compression from 14:30 until Sherry prayed, and at 15:07 my heartbeat came back. ആ 2:30 മണി മുതൽ 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുന്ന സമയം, എൻ്റെ ഭാര്യ വന്ന് പ്രാർത്ഥിക്കുന്ന സമയം വരെ പിന്നെ ഷോക്കില്ല, ചെസ്റ്റ് കംപ്രസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. So I was in ventricular fibrillation for 48 minutes and a flat line for 37, a total of 1 hour and 25 minutes. 48 മിനിറ്റ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എനിക്കുണ്ടായി. അതുപോലെ തന്നെ അതിനുശേഷം ഒരു ഫ്ലാറ്റ് ലൈൻ മുഴുവൻ കൂടി 1 മണിക്കൂർ 25 മിനിറ്റ് ഞാൻ ജീവനില്ലാതെ കിടന്നു. Friends, I told you before that in 3 minutes your brain begins to die, and in 20 minutes your brain is completely dead if it doesn't get any oxygen from the blood that is coming to the brain. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 3 മിനിറ്റ് ആകുമ്പോൾ ബ്രെയിൻ സെൽസ് അത് മരിക്കുവാൻ തുടങ്ങും. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും റിക്കവർ ചെയ്യാത്ത വണ്ണം ബ്രെയിൻ മരിക്കും. ഓക്സിജനും ബ്ലഡ് സപ്ലൈ വഴി അവിടെ എത്താത്തത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. When my heartbeat came back, Dr. Steve actually was very upset. എൻ്റെ ഹാർട്ട് ബീറ്റ് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ സ്റ്റീവിന് വലിയ സങ്കടമാണ് തോന്നിയത്. Because he said, even though his heart has come back, his brain will be dead. ഡോക്ടർ പറഞ്ഞു, ഹാർട്ട് ബീറ്റ് തുടങ്ങിയാലും കാര്യമില്ല, കാരണം ബ്രെയിൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. And finally, Sherry will have to switch off the ventilator.
അതുകൊണ്ട് ഷെറി അവസാനമായിട്ട് വെന്റിലേറ്റർ ഓഫ് ചെയ്യേണ്ടിയിരിക്കുന്നു. Friends, that was not God's plan. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നില്ല പ്രിയമുള്ളവരെ. They were able to shift me from the Cambalda to the Calgary hospital. ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നില്ല. അവര് കബാൽഡ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ കാൽഗുറിയിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. And something very amazing happened. അവിടെ വളരെ അത്ഭുതകരമായത് ചിലത് സംഭവിച്ചു. What you're seeing in front of you is hailstones. നിങ്ങൾ മുമ്പിൽ കാണുന്നത് വലിയ ആലിപ്പഴങ്ങൾ പെയ്ത, കൽമഴ പെയ്ത ഒരു അനുഭവമാണ്. It is very unusual in Calgary. കൽഗുറിയിൽ സാധാരണയായിട്ട് ഹെയിൽ സ്റ്റോൺ ഇങ്ങനെ അല്ലെങ്കിൽ ആലിപ്പഴം ഇങ്ങനെ പൊഴിയാറില്ല. And it was 36 degrees temperature that day. അന്ന് 36 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള ദിവസമാണ്. And as they were shifting me, there was a massive hailstorm. എന്നാൽ എന്നെ അവര് കാൽഗുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അന്ന് ഒരു വലിയ ഹെയിൽ സ്റ്റോൺ മഴ അവിടെ പെയ്തു. And Calgary is not a big hospital, and they cannot do heart surgery or do angioplasty in Calgary. കാൽഗുറിയിൽ ഒരു വലിയ ഹോസ്പിറ്റൽ അല്ല. അവർക്ക് ആൻജിയോപ്ലാസ്റ്റിയോ ഹാർട്ട് സർജറിയോ ഒന്നും അവിടെ ചെയ്യുവാൻ കഴിയുകയില്ല. And normally they will shift you by plane to Perth, അതുകൊണ്ട് നിങ്ങളെ പുറത്തിലേക്ക് പ്ലെയിനിൽ കൊണ്ടുപോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. to the big hospital where they can do these things. ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള സംവിധാനമുള്ള പെർത്തിലെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. But because of this big hailstorm, the plane could not even take me to Perth. അതുകൊണ്ട് ഈ വലിയ ഹെയിൽ സ്റ്റോൺ പെയ്തത് കൊണ്ട് അന്ന് ഫ്ലൈറ്റിൽ എന്നെ പെർത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ അസ്തമിച്ചു. And in Calgary Hospital, Dr. Steve gave me a medicine to try and break the clots that was blocking my artery. എൻ്റെ കാൽഗുറി ഹോസ്പിറ്റലിലുള്ള ആ ഡോക്ടർ സ്റ്റീവ് എൻ്റെ കുഴലുകളിൽ ക്ലോട്ട് ആയിരിക്കുന്ന ബ്ലഡ് ഒന്ന് മാറുവാൻ വേണ്ടി ചില മെഡിസിൻസ് എനിക്ക് തരുവാനിടയായി തീർന്നു. And it is very dangerous once somebody has died for so long because you can bleed to death. ഇങ്ങനെ ഉള്ള ഒരാൾക്ക് പിന്നെ ഇപ്രകാരമുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ആ വ്യക്തി ഒരിക്കൽ മരിച്ച് പിന്നെ ജീവനിലേക്ക് മടങ്ങി വന്നതാണ്. ഒരുപക്ഷെ രക്തം പിന്നെയും പുറത്തു വന്ന് മരിക്കുവാനുള്ള സാധ്യതയുണ്ട്. Finally, at about 8:30 that night, they were able to shift me to Royal Perth Hospital with the small plane. ഒരു ചെറിയ പ്ലെയിനിൽ അന്ന് രാത്രി 8:30 ആയപ്പോൾ അവസാനമായിട്ട് അവർക്ക് എന്നെ റോയൽ പെർത്ത് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ സാധിച്ചു. And I survived and I made it to that hospital. ഞാൻ സർവൈവ് ചെയ്തു. ആ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുവാൻ ജീവനോടുകൂടി ഞാൻ ശേഷിച്ചു. And they took me to the cardiac catheterization lab where they do the angioplasty. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന കാർഡിയാക് ലാബിലേക്ക് അവരെന്നെ കൊണ്ടുപോയി. And they saw that I had a block in my right coronary artery. എന്റെ റൈറ്റ് കൊറോണറി ആർട്ടറിക്കകത്ത് അവരൊരു ബ്ലോക്ക് കാണുവാനിടയായി തീർന്നു. They were able to remove the block and put a stent, which is like a pipe inside to keep the artery open. ആ ആർട്ടറിക്കകത്ത് ഒരു സ്റ്റെന്റ് ഇടുവാനിടയായി തീർന്നു. അത് ആ ആർട്ടറിയെ ആ രക്തക്കുഴലിനെ ഓപ്പൺ ചെയ്തു വെക്കുന്ന ഒരു കുഴൽ, ഒരു പൈപ്പ് പോലെയാണ്. And I was on a ventilator because I was not breathing. ഞാൻ അതിനുശേഷം വെന്റിലേറ്ററിലായിരുന്നു. കാരണം ഞാൻ ബ്രീത്ത് ചെയ്യുന്നില്ലായിരുന്നു, ശ്വസിക്കുന്നില്ലായിരുന്നു. And they also put me on what we call as an intra-aortic balloon pump, which actually helps to the heart to pump because my heart was so weak. എന്റെ ഹൃദയം വളരെ വീക്കായിരുന്നു. അതുകൊണ്ട് എന്നെ ഒരു ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന സംവിധാനത്തിലാക്കേണ്ടി വന്നു. കാരണം എന്റെ ഹൃദയം വളരെ ബലഹീനമായിരുന്നു, വീക്കായിരുന്നു. And finally they shifted me to the ICU. അതിനുശേഷം എന്നെ ICUയിലേക്ക് മാറ്റുവാനിടയായി തീർന്നു. And the registrar who was working in the ICU, ആ ICUയിൽ വർക്ക് ചെയ്തിരുന്ന രജിസ്ട്രാർ called my wife and told Sean will die in the next few hours because his brain is dead. There is only few more hours he may live, but he is not going to survive this. എന്റെ വൈഫിനെ അവിടുത്തെ രജിസ്ട്രാർ വിളിച്ചിട്ട് പറഞ്ഞു, ഷോൺ ചില മണിക്കൂറുകൾക്കകം മരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ബ്രെയിൻ മരിച്ചിരിക്കുകയാണ്. ഇനി ഒരു സാധ്യതയുമില്ല, അദ്ദേഹം മരിക്കുക തന്നെ ചെയ്യും. But my wife, by the time her faith had become strong, she said, I believe my God has done a miracle. My husband will walk out of this ICU. എന്നാൽ എൻ്റെ ഭാര്യ ആ സമയമായപ്പോഴേക്കും എൻ്റെ ഭാര്യയുടെ വിശ്വാസം വർദ്ധിച്ചു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരു അത്ഭുതം ചെയ്തെന്ന്. എൻ്റെ ഭർത്താവ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു പുറത്തു വരും. ആമേൻ, സ്തോത്രം. Friends, this is my picture in that ICU. You can see how many pumps and tubes
and machines they were using to keep me alive. നിങ്ങൾക്ക് ഈ കാണുന്ന പിക്ചർ ഞാൻ ICUയിൽ കിടന്ന പിക്ചറാണ്. നിങ്ങൾക്ക് അറിയാം എത്ര മെഷീൻസ്, എത്ര പൈപ്സ് ആൻഡ് പമ്പ്സ് എൻ്റെ ശരീരത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. Friends, my wife got a call on the Sunday morning from a lady who had been praying in Kerala. കേരളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയിൽ നിന്ന് സൺഡേ രാവിലെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു കോള് കിട്ടി. And she had seen in a vision that I would open my eyes on the 26th of October before my wife went to sleep. എൻ്റെ ഹല്ലേലൂയ ഭാര്യ 26-ാം തീയതി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണുകൾ തുറക്കുമെന്ന് ഒരു വിഷൻ ആ സഹോദരി, ഒരു ദർശനം ആ സഹോദരി കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കുവാനിടയായി തീർന്നു. And through Sherry's auntie, she communicated that to Sherry. അത് ഷെറിയുടെ ആന്റിയിലൂടെ ആ വാർത്ത ആ സഹോദരി ഡോക്ടർ ഷെറിയെ അറിയിക്കുവാനിടയായി തീർന്നു. Now, you don't have to be a doctor or in the medical profession to know how bad this actually is. നിങ്ങൾക്കൊരു മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരോ ഒരു ഡോക്ടറോ ആകണം എന്നില്ല ഇത് കണ്ടിട്ട് എൻ്റെ സിറ്റുവേഷൻ എത്ര മോശമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ. It is medically impossible ഇത് for somebody who was dead for such a long time to have any brain function. ഇത് മെഡിക്കലി ഇമ്പോസിബിൾ ആണ്. ഇത്രയും സമയം മരിച്ചു കിടന്ന ഒരാൾക്ക് ബ്രെയിൻ ഫംഗ്ഷൻ രണ്ടാമത് തിരിച്ചു കിട്ടുക എന്നുള്ളത് മെഡിക്കലി അസാധ്യമാണ്. But that night, before when my wife went to sleep, when there were other people visiting, one of the doctors was holding my hand and I opened my eyes briefly for few seconds. അന്ന് ആ രാത്രി എൻ്റെ ഭാര്യ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് പലരും എന്നെ വിസിറ്റ് ചെയ്യുന്നു. അക്കൂട്ടത്തിൽ ഒരു ഡോക്ടർ വന്ന് എൻ്റെ കൈ പിടിക്കുമ്പോൾ ചില നിമിഷത്തേക്ക് ഞാൻ കണ്ണുകൾ തുറന്നു. My wife and the nurse immediately called the registrar. എൻ്റെ ഭാര്യയും നേഴ്സും പെട്ടെന്ന് തന്നെ രജിസ്ട്രാറെ വിളിച്ചു. And he refused to come, saying, "You are imagining this. It is impossible." അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇതൊക്കെ സങ്കല്പിക്കുകയാണ്, അങ്ങനൊന്നും സംഭവിക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. His brain is completely dead. There is no way he can open his eyes. അദ്ദേഹത്തിന്റെ ബ്രെയിൻ പൂർണ്ണമായിട്ട് മരിച്ചിരിക്കുന്നു, അതിനൊരു സാധ്യതയുമില്ല അദ്ദേഹം കണ്ണു തുറക്കുവാൻ. But friends, he had to change his mind the next day. അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ വാക്കിനെ, മനസ്സിനെ മാറ്റേണ്ടി വന്നു. I started to move my hands and my legs. ഞാൻ എൻ്റെ കൈകളും കാലുകളും ചലിപ്പിക്കുവാൻ തുടങ്ങി. All the the medications they were giving me to support my blood pressure, one by one they were able to remove. എൻ്റെ ബ്ലഡ് പ്രഷറിനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി അവർ തന്നുകൊണ്ടിരുന്ന ഓരോ മരുന്നുകളും അടുത്ത ദിവസങ്ങളിൽ അവർ നിർത്തൽ ചെയ്യുവാനിടയായി തീർന്നു. And by Wednesday, they were able to take the tube out of my throat and I was able to breathe on my own. അടുത്ത വെനസ്ഡേയില് എൻ്റെ കഴുത്തിലൂടെ ഇട്ടിരുന്ന ആ ട്യൂബ് അവരെടുത്ത് മാറ്റി എനിക്ക് സ്വയമായി ശ്വസിക്കുവാൻ കഴിഞ്ഞു. I opened my eyes, I looked around and I said, "What am I doing here?" My brain was 100% normal. ഞാൻ അടുത്ത ദിവസം എഴുന്നേറ്റിട്ട് ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു, എന്ത് പറ്റി, ഞാൻ എവിടെയാണ്, ഞാൻ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? എൻ്റെ ബ്രെയിൻ 100% ഒക്കെ ആയിരുന്നു. I asked them to show me my ECG and my ABG. They were absolutely surprised because I was supposed to be brain dead, but my brain was 100% normal. ഞാൻ എൻ്റെ ECGന്റെ റിപ്പോർട്ട്സ് ചോദിച്ചു. അവർക്ക് അത്ഭുതം തോന്നി, കാരണം എൻ്റെ തലച്ചോറ് 100% ഒക്കെ ആയിരുന്നു. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് ചിന്തിച്ച സ്ഥാനത്ത്. Friends, this is the God of Abraham, Isaac and Jacob. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം ഈ ദൈവമാണ്. ആമേൻ. The same God who raised Lazarus from the dead had raised me from the dead. ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ദൈവം എന്നെയും മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ആമേൻ. You have perhaps heard of these miracles in the Bible. നിങ്ങൾ ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ഈ അത്ഭുതങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാകാം. But today you are talking to a person who has experienced it in his own life. എന്നാൽ നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് ശരിക്കും അത് ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയുടെ വായിൽ നിന്നാണ്. സ്തോത്രം. This is just for those medical professionals who may be hearing me. This is a blood test that shows that I had a massive heart attack. ഇത് ഞാൻ മെഡിക്കൽ പ്രൊഫഷണലിൽ ഉള്ളവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് കാണിക്കുന്നത്. ഇത് ഒരു ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടാണ്. എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നുള്ളതിന് തെളിവായിട്ട്. Friends, this shows that my liver, which was absolutely normal, got completely damaged because there was no blood going to the liver. ഇത് കാണിക്കുന്നത് എൻ്റെ ലിവർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിരിക്കുന്നു, കാരണം എൻ്റെ ലിവറിലേക്ക് ബ്ലഡ് പോകുന്നില്ലായിരുന്നു.
This is a test that shows my kidney got damaged, and in fact, I had to have dialysis 6 times before my kidney came back to normal. ഇത് കാണിക്കുന്നത് എൻ്റെ കിഡ്നി പൂർണ്ണമായിട്ടും ഡാമേജ് ആയിരുന്നു. 6 പ്രാവശ്യം എനിക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു എൻ്റെ കിഡ്നി പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ്. All this shows that there was no blood going to any organ in the body. ഇത് കാണിക്കുന്നത് എൻ്റെ ശരീരത്തിലെ ഒരവയവത്തിലേക്ക് രക്തം ചെല്ലുന്നില്ലായിരുന്നു എന്നതിന്റെ തെളിവാണ്. And yet my brain, which should have had no blood and died, was 100% normal. This is the work of God. എന്നാൽ നോക്കണമേ, എൻ്റെ ബ്രെയിന് ഒട്ടും ബ്ലഡ് ചെല്ലാത്ത എൻ്റെ ബ്രെയിന്, അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകേണ്ട നിർജീവമാകുന്ന എൻ്റെ ബ്രെയിന് 100% ഒക്കെയായിരുന്നു. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. Friends, I was discharged on the 13th day. പ്രിയമുള്ളവരെ, 13ാമത്തെ ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. They published in the newspaper in Western Australia, Miracle Man responds to wife's heartfelt plea to live. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ആ പത്രത്തിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്തു വന്നു, മിറക്കിൾ മാൻ, അത്ഭുത മനുഷ്യൻ, ഭാര്യയുടെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയുടെ മറുപടിയായി തിരിച്ചു വന്നിരിക്കുന്നു. Friends, they had never seen anything like this. അവരൊരിക്കലും ഇങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിട്ടില്ല. This is our God. നമ്മുടെ ദൈവം ഈ ദൈവമാണ്. സ്തോത്രം. If you have ever had doubt in your life, നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും സംശയമുണ്ടെങ്കിൽ, there are many times when we go through problems in our life that we doubt God. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ദൈവത്തെ സംശയിക്കാറുണ്ട്. Let me tell you that our God is alive and well. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. I have a very important question to ask you today. എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. What is the value of your life? നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യം എന്താണ്? I was 39 years old and at the peak of my career. ഞാൻ 39 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ കരിയറിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ ഞാൻ നിൽക്കുകയായിരുന്നു. I was even serving God in ministry. ഞാൻ കർത്താവിന്റെ വേലയും ചെയ്യുന്ന സമയമായിരുന്നു. But I never stopped to think about what is the value of my life. എന്നാൽ ഞാൻ ആ സമയം വരെ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല എന്താണ് ജീവിതത്തിന്റെ അർത്ഥം. Friends, most of us have got only one life to live. നമുക്കെല്ലാവർക്കും ഒരു ലൈഫ്, ഒരു ആയുസ്, ജീവൻ മാത്രമേ ഉള്ളൂ. What is that value of your life? നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? വില എന്താണ്? Psalms 90 and verse 10 says, we can expect 70 or maybe 80 years if we are healthy. But even our best years bring trouble and sorrow. Suddenly our time is up and we disappear. സങ്കീർത്തനം 90:10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. അതിന്റെ അവസാനമോ കഷ്ടതയാണ്. എന്നാൽ നാം വേഗത്തിൽ പോയി മറവാനിടയായി തീരുമെന്ന് ആ സങ്കീർത്തനം പറയുന്നു. So I want to challenge you today, for those who have been listening to me. ഇന്ന് എന്നെ കേൾക്കുന്നവരെ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ചലഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. If you are still here on planet Earth, it's because God wants to use you. ഇപ്പോഴും നിങ്ങൾ ജീവനോടെ ഈ ഭൂമിയുടെ മുഖത്തുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. I know that this type of miracle does not happen every day. എനിക്കറിയാം ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ എല്ലാ ദിവസവും സംഭവിക്കത്തില്ല. But God has a plan with each one of our lives. എന്നാൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. Are you fulfilling the plan that God has for your life? നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്ന വ്യക്തിയാണോ? I have no doubt that a day will come that I will die and I will go to be with my Lord in heaven. എനിക്ക് ഒരു സംശയവുമില്ല, ഒരു ദിവസം ഞാൻ മരിക്കും, എൻ്റെ കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ പോകും. And I have the guarantee that I will go to heaven and be with my God. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് പോകുമെന്ന്. Do you have that guarantee? നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ? Can you actually meet God's standards? നിങ്ങൾക്ക് ദൈവത്തിൻ്റെതാകുന്ന ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്കുണ്ടോ പ്രിയമുള്ളവരെ? അതിൽ എത്തിപ്പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? The Bible says in Romans 3:23-26, all of us have sinned and fallen short of God's glory. But God treats us much better than we deserve. And because of Christ Jesus, He freely accepts us and sets us free from our sin. God sent Christ to be our sacrifice.
Christ offered his life's blood so that by faith in him we could come to God. റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം മുതൽ നാം ഇങ്ങനെ കാണുന്നു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയാൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിനത്രേ. സ്തോത്രം. Friends, God has forgiven us our sin because of Jesus Christ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. We cannot enter heaven because of our own merit. നമ്മുടെ യോഗ്യത കൊണ്ട് നമുക്കൊരിക്കലും സ്വർഗത്തിൽ പോകുവാൻ കഴിയില്ല. Our relationship with God was broken. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം അത് ബ്രോക്കൺ ആയിരുന്നു, അത് ഉടഞ്ഞു പോയിരുന്നു. And there was no way that we could pay for the price of our sin. നമ്മുടെ പാപങ്ങളുടെ പെനാൽറ്റി, അതിന്റെ വില കൊടുക്കുവാൻ നമുക്ക് ഒരു കാരണവശാലും സാധിക്കില്ലായിരുന്നു. Because the payment of our sin was death. എന്തുകൊണ്ടെന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. But he sent his only son, Jesus Christ, എന്നാൽ അവൻ തന്റെ ഏകജാതനാകുന്ന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, who died on that cross so that you and I can have a relationship with him. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് നമുക്ക് അവനുമായിട്ട് ഒരു സഹിതമുണ്ടാകുവാൻ, ഒരു ബന്ധമുണ്ടാകുവാൻ ഇടയായി തീർന്നു. All we need to do is repent of our sin. നാം ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയണം. And accept Jesus' forgiveness into our heart. യേശുവിന്റെ ക്ഷമയെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കണം. So I want to ask you the most important question of your life. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. If you haven't given your heart to Jesus Christ, ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ യേശുവിനായി കൊടുത്തിട്ടില്ല എങ്കിൽ, will you make that commitment today? നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ തയ്യാറാണോ? The Bible says God loved the people of this world so much that he gave his only son so that everyone who has faith in him will have eternal life and never really die. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. Friends, we have maybe 70, 80 or maybe 100 years to live on earth. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നമ്മൾക്ക് 70, 80, 100 വയസ്സോ വരെയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയെന്ന് വരും. But that is not the end of the story. എന്നാൽ അത് ഈ കഥയുടെ അവസാനമല്ല. You'll be surprised when I tell you that everybody will have eternal life. നിങ്ങൾ ഹല്ലേലൂയ, ഞാനിത് പറയുമ്പോൾ അത്ഭുതപ്പെടും. എല്ലാവർക്കും ഒരു നിത്യതയുണ്ട്. The question is, are you going to spend that eternity with God or without God? ചോദ്യം, നിങ്ങൾ നിത്യത ദൈവത്തോടൊപ്പമോ ദൈവത്തെ കൂടാതെയോ വിനിയോഗിക്കും? അതാണ് എന്റെ ചോദ്യം. Friends, God is inviting you to have a relationship with him. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ ഇന്ന് ക്ഷണിക്കുന്നു ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധത്തിലെത്തുവാൻ. He is not going to force anybody. അവൻ ആരെയും നിർബന്ധിക്കുകയില്ല. He is inviting you into a love relationship with his son Jesus Christ. അവൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു അവന്റെ മകനാകുന്ന യേശുവുമായി ഒരു സ്നേഹബന്ധത്തിലാകുവാൻ. And if you accept what Jesus did for you on the cross, നിങ്ങൾ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തത് നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകണമെങ്കിൽ, if you ask God to come into your heart, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, then you will spend that eternity with God in heaven. നിങ്ങൾ കർത്താവിനോട് കൂടെ നിങ്ങളുടെ നിത്യത ചിലവഴിക്കുവാനിടയായി തീരും. That is the choice that you have to make. നിങ്ങൾക്ക് എടുക്കേണ്ട ഒരു തീരുമാനം അതാണ്. Friends, I humbly ask you to make the right choice today. നിങ്ങൾ ഹല്ലേലൂയ ശരിയായ തീരുമാനമെടുക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. If you want to spend that eternity with God, നിങ്ങൾക്ക് ആ നിത്യത ദൈവത്തോട് കൂടെ വിനിയോഗിക്കണമെങ്കിൽ, then you need to make that choice today. ഹല്ലേലൂയ, നിങ്ങൾ ആ തീരുമാനം ഇന്ന് എടുത്താട്ടെ. We don't know what's going to happen tomorrow. നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന്. I was only 39 years old and I would never have thought that my life was going to probably come to an end on the 24th of October 2008.
എനിക്ക് 39 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. ആ ഒക്ടോബർ മാസം 2008 24 ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാകുമെന്ന്. Friends, we don't know how long we are going to be here. Nobody knows. പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കും അറിയില്ല എത്ര കാലം നാം ജീവിക്കുമെന്ന്. The Bible says today is the day of salvation. വേദപുസ്തകം പറയുന്നു ഇന്നാണ് രക്ഷാ ദിവസം. If anybody is hearing me today, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും if you'd like to give your heart to Jesus, നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ. it is as simple as saying, God, I'm sorry for what I have done. ഇത് വളരെ ലളിതമാണ്. നിങ്ങൾ പ്രകാരം പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ ചെയ്തതിനൊക്കെ എന്നോട് ക്ഷമിക്കണമേ. I believe that Jesus Christ died for me on the cross. ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചെന്ന്. And he rose again on the third day. അവൻ മരണത്തെ ജയിച്ച് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. I invite you into my heart. ഞാൻ അവിടുത്തെ എന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു. I want to be your child. എനിക്ക് നിന്റെ മകനായി തീരണം. Please come and live in my heart. എന്റെ ഹൃദയത്തിൽ വന്ന് വസിച്ചാട്ട്. Friends, if you make that choice today, സ്നേഹിതരെ, ഈ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ God will begin to change your heart. നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് മാറ്റുവാനിടയായി തീരും. And you immediately become a child of God. നിങ്ങൾ അപ്പോൾ തന്നെ ഒരു ദൈവ പൈതലായി തീരും. May his name be praised. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. Friends, if you want to know more about my testimony, you can go to my website. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എന്റെ ടെസ്റ്റിമണി പിന്നെയും കേൾക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാം. And the address is just put up there for you. It's seangeorge.com.au. ആ അഡ്രസ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. www.seangeorge.com.au seangeorge.com.au എന്ന സൈറ്റിൽ നിങ്ങൾക്ക് എന്റെ ടെസ്റ്റിമണികൾ പിന്നെയും കാണാം. Friends, very briefly, I want to tell you that I continue to serve the Lord. I work full-time as a physician, but I'm also serving the Lord in Israel over the last 5 years. And I'm also a musician and I have released a few albums. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോഴും കർത്താവിന്റെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുന്നു. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ചില ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു മ്യൂസിക് മിനിസ്ട്രി ചെയ്യുന്നു. മ്യൂസിഷ്യനാണ്. പാട്ടുകൾ എഴുതുകയും അത് കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ചില ആൽബങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. And if you have either Spotify or iTunes or any of the digital platforms, you can put my name there and you can get the albums. Raised to Life is the first album I released, and the second album is Never Again. നിങ്ങൾക്ക് ഐട്യൂണിലും മറ്റുമുള്ള അങ്ങനെയുള്ള മ്യൂസിക് പിന്നെ സൈറ്റ്സുകളിൽ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേര് അടിച്ചു കഴിഞ്ഞാൽ ഈ ആൽബങ്ങൾ അവിടെ കാണുവാൻ കഴിയും. റേസ് ടു ഡെത്ത് എന്നുള്ള ആദ്യത്തെ ആൽബവും അതിന് ശേഷം നെവർ അഗെയിൻ എന്നുള്ള രണ്ടാമത്തെ ആൽബവും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. Number of people are still watching us. Now, ഒരു 300-350 ആളുകളോളം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റിൽ അറൌണ്ട് 270 people are online. They are watching us live. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെയൊക്കെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു വലിയ ഒരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. ശരിക്കും മരിച്ച് ജീവിച്ച് ഭൂമിയിൽ പിന്നെയും കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവസരം നൽകി ഭൂമിയിലാക്കിയിരിക്കുന്ന ഒരു ദേവദാസന്റെ ടെസ്റ്റിമണിയാണ് നമ്മൾ കേട്ടത്. എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ സാറേ? One question. No problem. So number of times, the people who came back to life after death, they used to share, some of their after death experience. Did you had any that kind of experiences? മരിച്ച ശേഷം പലരും അങ്ങനെ പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ ഒരു ടണലിൽ കൂടെ പോയി പ്രകാശം കണ്ടു. അങ്ങനെ എന്തെങ്കിലും സാറിന് അനുഭവപ്പെട്ടിരുന്നോ? അങ്ങനെ എന്തെങ്കിലും റിമാർക്കബിളി ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക. കാരണം നമുക്ക് this is the commonest question that I get. Okay. So you can translate as I'm saying. Yeah. There's a short answer and a longer answer. The short answer is, I don't actually remember anything that I saw. ഇത് സാധാരണയായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനൊരു വലിയ ഉത്തരമുണ്ട്, ഒരു ചെറിയ ഉത്തരമുണ്ട്. ചെറിയ ഉത്തരം, എനിക്ക് ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നുള്ളതാണ്. The longer answer is that Ramla sister who was praying, she's actually from a Muslim background and came to know Christ.
and she is a woman of prayer. She is the one who saw in the vision that I will open my eyes and conveyed that to my wife. ഈ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു വിഷൻ കണ്ട് വിളിച്ചു എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ദാസി റംല തോമസ് ആണ്. റംല തോമസ് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു ദൈവദാസിയാണ്. ആ ദൈവദാസിയാണ് അന്ന് ദർശനം കണ്ട് വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഒരു കർത്താവിൻ്റെ ശ്രേഷ്ഠദാസിയാണ്. And as you know, I opened my eyes exactly how God had shown to that wonderful lady. ഞാൻ എൻ്റെ കണ്ണ് തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് ആ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസിയോട് ദൈവം സംസാരിക്കുവാൻ ഇടയായി തീർന്നു. And after I got discharged from the hospital, I spoke with her. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ വന്ന ശേഷം ഞാൻ ആ കർത്താവിൻ്റെ ദാസിയുമായിട്ട് സംസാരിച്ചു. And she said, that's not the only thing that I saw in my vision. ഞാൻ ആ വിഷനിൽ ഞാൻ കണ്ടത് അത് മാത്രമല്ല എന്ന് ആ ദേവദാസി പറവാനിടയായി തീർന്നു. She told me that I saw that you will be traveling all over the world. You will be on the television, you will be on the video, you will be in the books. You will travel and share the story all over the world. ആ ദേവദാസി അന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗത്തിലേക്ക് ഈ സാക്ഷ്യമായിട്ട് ട്രാവൽ ചെയ്യും. TV ഷോകളിലും വീഡിയോസിലും ബുക്സിലും ഒക്കെ ഈ അനുഭവങ്ങൾ പബ്ലിഷ് ചെയ്യുവാനിടയായി തീരും. And all of that has happened as the Lord showed. Everything has come to pass. ആ കാര്യങ്ങളെല്ലാം കർത്താവിന്റെ ദാസിയെ കാണിച്ചതുപോലെ കർത്താവിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനിടയായി തീർന്നു. And the third thing that she told me, മൂന്നാമത്തെ കാര്യം ആ ദേവദാസി കണ്ടു എന്ന് പറഞ്ഞത്, I have seen many things when I was out of my body. ഞാൻ എൻ്റെ ശരീരം വിട്ട് പുറത്തു പോയപ്പോൾ ധാരാളം കാര്യങ്ങൾ ഞാൻ കാണുവാനിടയായി തീർന്നു. But God has hidden those things from me and he will reveal it in his time. ആ കാര്യങ്ങളൊക്കെ കർത്താവ് എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ദൈവം തന്റെ സമയത്ത് അത് എനിക്ക് മനസ്സിലാക്കി തരും. And this is the reason I say I don't remember anything that I saw, because till today God has not revealed those things to me. ആ കാര്യങ്ങളൊക്കെ ഇന്ന് വരെ എനിക്ക് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം പറഞ്ഞത്. ഞാൻ കണ്ടതൊക്കെ മറന്നുപോയി, എന്നാൽ ഒരിക്കൽ കർത്താവ് അത് എനിക്ക് മനസ്സിലാക്കി തരുമെന്ന്. And I have no reason to doubt God, because everything that she saw has already come to pass. എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു സംശയവുമില്ല. കാരണം ഇന്ന് വരെ താൻ പറഞ്ഞ ബാക്കി രണ്ട് കാര്യങ്ങളും പൂർത്തീകരിച്ചു. ഈ മൂന്നാമത്തെ കാര്യവും നിശ്ചയമായിട്ട് നിവർത്തിക്കപ്പെടും. But I don't need to see any of that to believe that my Lord lives. എന്നാൽ എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല, എന്റെ കർത്താവ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ. The greatest miracle, dear friends, is that God transforms our heart to be like him. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ അവന് ഇഷ്ടമുള്ളതുപോലെ അവനെ പോലെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. The transformation of our heart to be like him is the greatest of all miracles. നമ്മുടെ ഹൃദയത്തിന്റെ പരിവർത്തനം, അവനെ പോലെ നാം ആയിത്തീരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. So I was asked by Pastor Finney that he would like me to pray for you. And so can I just ask everybody to close their eyes? പാസ്റ്റർ ഫിന്നി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണ് അടയ്ക്കാം. And Pastor Finney will translate as I pray. പാസ്റ്റർ ഫിന്നി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്തോത്രം. Dearest loving Heavenly Father, പ്രിയമുള്ള സ്വർഗീയ പിതാവേ, what a loving God you are. നീ എത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. You care about each one of us individually and personally. ഞങ്ങളെ വ്യക്തിപരമായിട്ട് നീ കർത്താവെ കെയർ ചെയ്യുന്നവനാണ്, അറിയുന്നവനാണ്. Lord, you know each person who is bowed down before you today. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ആരൊക്കെ തലവണക്കിയിരിക്കുന്നുവോ, You know them by name. അവരെ ഓരോരുത്തരും വ്യക്തിപരമായി പേരുകൊണ്ട് അവിടുന്ന് അറിയുന്നു. The Bible says you know the very hairs on their head. അവരുടെ തലയിലെ മുടി പോലും അവിടുന്ന് എണ്ണി അറിഞ്ഞിരിക്കുന്നു എന്ന് നിന്റെ വചനം പറയുന്നു. You know the thoughts that they are in their heart. അവരുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങളെ നീ അറിയുന്നു. Lord, I pray in the name of Jesus ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നു. that through your Holy Spirit അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ you will touch their heart this ഓരോ afternoon. ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളെ ഈ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് നീ സ്പർശിക്കണമേ. Lord, many who have bowed down has got needs in their life. തലവണക്കിയിരിക്കുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിലൊക്കെ വിവിധമാകുന്ന ആവശ്യങ്ങളുണ്ട്. But you know all of them.
എന്നാൽ നിനക്ക് അവരെ എല്ലാവരെയും അറിയാം. Thy word says, seek ye first the kingdom of God. നിന്റെ വചനം പറയുന്നു, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. And all these things will be added unto you. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീരും. Lord, I want to pray for anyone who has given their heart to you this afternoon. കർത്താവേ, ഈ ആഫ്റ്റർനൂണിൽ നിനക്ക് വേണ്ടി അവരുടെ ഹൃദയം സമർപ്പിച്ചവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. Father, I pray that you'd bring people to come to encourage them and help them in their Christian journey. കർത്താവേ, അവരുടെ ക്രിസ്തീയ യാത്രയിൽ അവരെ സഹായിക്കുവാനും അവരെ ഉത്സാഹിപ്പിക്കുവാനും മറ്റു ദൈവമക്കളെ അവരുമായി ചേർത്ത് കൊണ്ടുവരണമേ. And Lord, if there's anyone who has taken up the challenge to serve you with their life, I commit them into your hands today. കർത്താവേ, ആരെങ്കിലും നിന്റെ വേലയ്ക്കായി ഇന്ന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Wherever they may be, അവരെവിടെയായിരുന്നാലും, whatever profession they may be working in, അവരെന്ത് ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിലും, remember that the only business they have is to serve the living God. അവർ കർത്താവെ ഓർക്കുവാനിടയായി തീരട്ടെ. കർത്താവിനെ സേവിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. Lord, I pray that you would convict them through your Holy Spirit, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ അവർക്കൊരു ഉറപ്പ് കൊടുക്കണമേ. that from today onwards they will never doubt you, ഇന്നു മുതൽ ഒരിക്കൽ പോലും അവിടുത്തെ സംശയിക്കാതെ ജീവിക്കുവാൻ, and that they will serve you with all their heart, soul, mind and strength. നിങ്ങളുടെ ഹല്ലേലൂയ അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് അവിടുത്തെ പൂർണ്ണമായി സേവിക്കുവാൻ അവരെ സഹായിച്ചാട്ടെ. Lord, we are living in a very difficult time with this virus going around and so many health issues. കർത്താവെ, ഞങ്ങളൊരു വല്ലാത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്നു. പ്രത്യേകിച്ച് ഈ വൈറസൊക്കെ പകരുന്നത് കാരണം കൊണ്ടുള്ള ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു സമയത്ത് ജീവിക്കുന്നു. I pray for anyone, Lord, who is sick at home listening to this, that Lord, in your mercy, you would touch and heal them. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഈ വചനം കേൾക്കുന്ന സമയത്തിന് ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ നിന്റെ കരത്താൽ നിന്റെ ദയയാൽ നീ അവരെ സ്പർശിക്കണമേ. Nothing is impossible with thee. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. Lord, we entrust each and every person into your hands. നിന്റെ കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Thank you, Lord, that you are the living God. കർത്താവെ, നന്ദി പറയുന്നു, അവിടുന്ന് ജീവനുള്ള ദൈവമാകയാൽ We worship you this afternoon. ഈ ആഫ്റ്റർനൂണിൽ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. And we give you all the glory, honor and praise. എല്ലാ മാനവും മഹത്വവും കർത്താവെ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. In the matchless name of Jesus Christ, our Lord and Savior. Amen. യേശു ക്രിസ്തുവിന്റെ തുല്യമില്ലാത്ത നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ഡോക്ടർ. ഹല്ലേലൂയ. താങ്ക് യു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ കർത്താവിനെ സ്തുതിക്കാം. നല്ല സാക്ഷ്യത്തിനായി കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. ഹല്ലേലൂയ.